Hi students, myself NJS, Max Faculty, Universal Institute Kottakkal. ഇപ്പോൾ JEE Mains 2025 ജാനുവരിയിൽ ചോദിച്ച സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻസ്. ഈ ചാപ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നല്ലോണം പഠിച്ചാൽ മാത്രമേ കോഡിംഗ് സെഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം. 22 ജാനുവരി ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Let the triangle PQR be the image of the triangle with the vertices 1, 3, 3, 1 and 2, 4 in the line x plus 2y equal to 2. If the centroid of triangle PQR is the point alpha beta, then 15 into alpha minus beta is equal to. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്രയുള്ളൂ, ഒരു ട്രയാങ്കിൾ PQR ഉണ്ട്, be the image of the triangle with the vertices 1, 3, 3, 1, 2, 4. അപ്പം ഈ ഒരു ട്രയാങ്കിൾ 1, 3, 3, 1, 2, 4 അതിനെ റഫ് ഫിഗർ ആയിട്ട് വരച്ചിരുന്നെങ്കിൽ ഇതാണ് ആ ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. 1 A എന്ന് പറഞ്ഞത് 1, 3, B എന്ന് പറഞ്ഞത് 3, 1, C എന്ന് പറഞ്ഞത് 2, 4. ഇതിൻ്റെ ഇമേജ് ആണ് PQR എന്ന് പറഞ്ഞ ട്രയാങ്കിള്. ഇൻ ദ ലൈൻ x plus 2y equal to 2. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ലൈൻ ഉണ്ട് x plus 2y equal to 2. ദിസ് ഈസ് ആക്ട് ആസ് എ മിറർ. ഇതാണ് ഒരു മിറർ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ x plus 2y equal to ഈ ലൈനാണ് x plus 2y equal to 2. അപ്പം ഇതിൻ്റെ ഇമേജ്, ഈ എൻ്റെ ഇമേജ് ഇവിടെ ഉണ്ടാവും, അതാണ് P എന്ന് വിചാരിക്കുക. ബിൻ്റെ ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവും, സിൻ്റെ ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുക. അങ്ങനെയാണത് PQR എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണത്. PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ഓക്കെ, ഈ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ എന്താ ചോദിച്ചത്? PQR be the image of the triangle with the vertices 2, 4 in the line x plus 2y equal to. If the centroid of triangle PQR, ഇതിൻ്റെ സെൻട്രോയിഡ് ആണ് ആൽഫ ബീറ്റ എന്ന് വിളിച്ചു. ഇതിൻ്റെ സെൻട്രോയിഡ് ആണ് ആൽഫ ബീറ്റ. അതാണ് 15 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സെൻട്രോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആക്ച്വൽ ട്രയാങ്കിൾ ABC സെൻട്രോയിഡ് G ആണെങ്കിൽ ആ Gൻ്റെ മിറർ ഇമേജ് എടുത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ G' എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. അപ്പം G' എന്ന് പറഞ്ഞ ആൽഫ ബീറ്റ കാണാൻ എന്ത് ചെയ്താൽ മതി? G എന്ന് പറഞ്ഞ പോയിന്റിന്റെ മിറർ ഇമേജ് എടുത്താൽ മതി അബൌട്ട് ദ ലൈൻ x plus 2y equal to 2. അപ്പോൾ ഈ G കണ്ടുപിടിക്കാൻ, G കാണാൻ നമുക്ക് സെൻട്രോയിഡിന്റെ ഫോർമുല അനുസരിച്ച് നമുക്ക് G കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് G? G എന്ന് പറയുമ്പോൾ x1 plus x2 plus x3 by 3 അല്ലേ? 1 plus 3 plus 1 plus 3 plus 2 divided by 3 കോമ, അതേപോലെ y കോർഡിനേറ്റ് ആണെങ്കിൽ 3 plus 1 plus 3 plus 1 plus 4 by 3 ആണ്. അപ്പോൾ ആ G എന്ന് പറഞ്ഞത് 4 plus 2 6 by 3 2, 8 by 3 ആണ്. ഇതാണ് സെൻട്രോയിഡ് G. അപ്പം G' ആൽഫ ബീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്, ആൽഫ ബീറ്റ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ തിയറി ഇതാണ്. ഇമേജ് കാണാനുള്ള മെത്തേഡ്. ഇമേജ് കാണണമെങ്കിൽ ഫോർ ഇമേജ് ഷോർട്ട് കട്ട് ഉണ്ട് റിസൾട്ട്. ഫോർ ഇമേജ് കാണണമെങ്കിൽ, ഫോർ ഇമേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കാണണമെങ്കിൽ, റിഫ്ലക്ഷൻ ഇതാണ് പോയിന്റ് x1 y1 ഉം ലൈൻ AX plus BY plus C equal to 0 ആണെങ്കിൽ അതിൻ്റെ ഇമേജ് ആണ്. ഇപ്പം ഇത് P ആണെങ്കിൽ P' എന്നത് H, K കാണണമെങ്കിൽ ഷോർട്ട് കട്ട് H minus x1 by A equal to K minus y1 by B equal to minus 2 into AX1 plus BY1
പ്ലസ് സി ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അതായത് മൈനസ് എച്ച് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു h minus x1 by a equal to k minus y1 by b equal to minus 2 into ax1 plus by1 plus c divided by a square plus b square. ആണ് ഇമേജ് കാണാനുള്ള ഷോർട്ട് കട്ട്. മൈനസ് 2 ഇൻറ്റു ax1 പ്ലസ് by1 പ്ലസ് സി ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളെ ഇമേജ് എന്ന് പറഞ്ഞത് ജി എന്ന് പറഞ്ഞത് ജീൻ്റെ ഇമേജ് ആണ് ആൽഫ ബീറ്റ. ജി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കിപ്പോൾ കണ്ടുപിടിച്ചു വരാം 2,8/3 ആണ്. ഇത് 2,8/3 ആണ്. 2,8/3. അപ്പോൾ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എന്തായി മാറി അറിയാം നമ്മൾ? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 2,8/3ൻ്റെ മിറർ ഇമേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലൈൻ ഏതാണ്? നമ്മുടെ ലൈന് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 2 ആണ്. എക്സ് പ്ലസ് 2y മൈനസ് 2 ഈക്വൽ ടു 0 ആണ്. ഇതിൻ്റെ മിറർ ഇമേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ആൽഫ ബീറ്റ. അപ്പോൾ ആൽഫ ബീറ്റ ഇത് കാണാനുള്ള ഫോർമുല എന്താ? ആൽഫ മൈനസ് 2 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു ബീറ്റ മൈനസ് 8/3 ഡിവൈഡ് ബൈ h minus x1 by a equal to k minus y1 by b equal to minus 2 into x ഉള്ളടത്ത് ഈ 2 ഇട്ട് കൊടുക്കാം. 2 പ്ലസ് 2 ഇൻറ്റു 8/3 മൈനസ് 2 ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ ആൽഫയും ബീറ്റ അവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ ആൽഫ മൈനസ് 2 ഈക്വൽ ടു ആരായി മാറി? ആൽഫ മൈനസ് 2 ഈക്വൽ ടു ഈ 2 വെട്ടിപ്പോയി 2 ഇൻറ്റു 8 16/3 മൈനസ് 2. So minus 32/3 into 5 ആണ്. So alpha equal to 2 plus alpha equal to 2 minus 32/15 ആണ്. So alpha equal to എന്തായി മാറി? Alpha equal to alpha equal to 30 minus 32, that is minus 2/15. Similarly, beta കണ്ടുപിടിക്കാണ്. Beta minus 8/3/2 equal to ആരായിരിക്കും? That is minus 32/15 അല്ലേ? minus 32/15. ബീറ്റ എന്ന് പറഞ്ഞത് minus 64/15 plus 8/3. So beta equal to minus 64/15 plus ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കി. അപ്പോൾ 8/15 ഇൻറ്റു 5 ആയി. ബീറ്റ ഈക്വൽ ടു 40 minus 64 minus 24/15 ആയി. minus 24/15 ആയി. സോ കണ്ടുപിടിക്കേണ്ടതൊന്നല്ല. എന്തായിരുന്നു ചോദ്യം മക്കളെ? 15 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ ആണ്. നമ്മളോട് ചോദിച്ചത് 15 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ. സോ 15 ഇൻറ്റു ആൽഫ എത്ര മക്കളെ? minus 2/15 alpha minus beta plus 24/15. So 15 കട്ട് ചെയ്തോ 24 minus 2 22 ആയിരിക്കും ആൻസർ. So fourth option ആയിരിക്കും ആൻസർ. 22 will be the answer. So that is if 15 cut ചെയ്തു 24 minus 2 22 is the answer. 15 into alpha minus beta. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും. 22 is the correct answer. So അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം.
22nd January ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. ലെറ്റ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ 6,8, ബി എന്ന് പറഞ്ഞത് 10 കോസ് ആൽഫ മൈനസ് 10 സൈൻ ആൽഫ, സി മൈനസ് 10 സൈൻ ആൽഫ 10 കോസ് ആൽഫ, ബി ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ഇഫ് ക്യാപിറ്റൽ എൽ a, 9 and g h, k be its orthocenter and centroid respectively, then 5a minus 3h plus 6k plus 100 sin 2 alpha is equal to. ഇപ്പോൾ ഈ ക്വസ്റ്റനിൽ പറഞ്ഞത് എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ വെർട്ടിസസ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഇപ്പോൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു. എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് 6,8, ബി എന്ന് പറഞ്ഞതാണ് 10 കോസ് ആൽഫ മൈനസ് 10 സൈൻ ആൽഫ, സി എന്ന് പറഞ്ഞ വെർട്ടിസ് ആണ് മൈനസ് 10 സൈൻ ആൽഫ 10 കോസ് ആൽഫ. പിന്നെ എന്താ പറഞ്ഞത്, ഇഫ് എൽ എന്ന് പറഞ്ഞാൽ a, 9 and g h, k be its orthocenter and centroid respectively, then 5a minus 3h plus 6k plus 100 sin 2 alpha ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് കാണാനും സെൻട്രോയിഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ തന്നിരിക്കുന്ന എൽ എന്ന് പറഞ്ഞത് a, 9 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർത്തോ സെൻറ്റർ ആണ്, h, k എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രോയിഡ് ആണെന്നും തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോയിന്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. എ എന്ന് പറഞ്ഞാൽ 6,8 ആണ്, ബി 10 കോസ് ആൽഫ മൈനസ് 10 സൈൻ ആൽഫ, സി മൈനസ് 10 സൈൻ ആൽഫ 10 കോസ് ആൽഫയാണ്. ഈ മൂന്ന് പോയിന്റ്സും ഈക്വൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ആക്ച്വലി ഒറിജിൻ ആണോ നോക്കി നോക്ക്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എല്ലാം സെയിം ആണ്. കാരണം ഈ മൂന്ന് പോയിന്റ്സും ഒരു സർക്കിളിൻ്റെ മുകളിലുള്ള പോയിന്റ്സ് ആണ്. കാരണം ഈ റേഡിയസ് 10 ആയിരിക്കും എല്ലാ കേസിലും. കാരണം ഒ എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് തന്നെയാണ് ഒ ബി എന്ന് പറഞ്ഞത് തന്നെയാണ് ഒ സി. അതായത് ഇത് വെച്ച് നമുക്ക് ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിള് സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ്ഡ് ആവും. അപ്പം ആക്ച്വലി ഈ ഒ എന്ന് പറഞ്ഞത് ആക്ച്വലി അപ്പോൾ എന്തായിരുന്നു, സർക്കം സെൻറ്റർ ആണ്. കാരണം ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി ആണ്. അത് സർക്കം റേഡിയസ് ആണ് വരിക. സർക്കം റേഡിയസ്. അപ്പോൾ ഒ എന്ന് പറഞ്ഞത് ഒ ഈസ് സർക്കം സെൻറ്റർ ആണ്. കാരണം എന്താ, ഒ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് 6² പ്ലസ് 8² ആ. ഒ എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് 6² പ്ലസ് 8² എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 36 പ്ലസ് 64 അഥവാ 100ന്റെ റൂട്ട് അഥവാ 10 ആയിരിക്കും. അതേപോലെ തന്നെ ഒ ബി ആണെങ്കിലോ, ഒ ബി എന്ന് പറഞ്ഞത് റൂട്ട് ഓഫ് 10² cos² ആൽഫ പ്ലസ് 10² sin² ആൽഫയാണ്. ഒ ഒറിജിൻ ആണെങ്കിലാണേ പറഞ്ഞത്, ഒ ഈസ് ഒറിജിൻ. അപ്പോൾ 10² cos² ആൽഫയും 10² sin² ആൽഫ എന്ന് പറയുമ്പോൾ അതും എന്ത് തന്നെ ആയിരിക്കും, 10 തന്നെ കിട്ടും. ഒ സി എന്നുള്ളതും 10 തന്നെ കിട്ടും. അപ്പോൾ ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി 10 കിട്ടും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒ എന്ന് പറഞ്ഞത് സർക്കം സെൻറ്റർ ആണെന്ന് മനസ്സിലായി. പിന്നെ എൽ എന്ന് പറഞ്ഞത് ഒ എന്ന് പറഞ്ഞത് ഒറിജിൻ, അത് സർക്കം സെൻറ്റർ ആണ്. എൽ എന്ന് പറഞ്ഞത് a, 9 അതെന്താണെന്ന് പറഞ്ഞ മക്കളെ, ഓർത്തോ സെൻറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർത്തോ സെൻറ്റർ. അതേപോലെ തന്നെ സെൻട്രോയിഡ് ജി എന്ന് പറഞ്ഞതാണ് സെൻട്രോയിഡ് ആയിട്ട്. ജി എന്ന് പറഞ്ഞത് h, k സെൻട്രോയിഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു തിയറി ഉണ്ട് മക്കളെ. ഈ ട്രയാങ്കിളിൻ്റെ സെൻറ്റേഴ്സ് എപ്പോഴും, സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ ഓർത്തോ സെൻറ്ററും സെൻട്രോയിഡും സർക്കം സെൻറ്ററും എപ്പോഴും കൊളീനിയർ ആയിരിക്കും. അതിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും, OGH അഥവാ സർക്കം സെൻറ്റർ ആണ് O, സെൻട്രോയിഡ് ആണ് G,
ഓർത്തോ സെൻറ്റർ ആണ് എൽ എങ്കിൽ ഇത് 1:2 റേഷ്യോയിലായിരിക്കും എപ്പോഴും. അപ്പോൾ ഒ എന്ന് പറഞ്ഞത് ഇവിടെ ഒറിജിൻ 0 0 ആണ്, ജി എന്ന് പറഞ്ഞത് എച്ച് കൊമ കെ ആണ്, മറ്റേത് എ കൊമ 9 ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ എ ബി സിൻ്റെ ഈ പറഞ്ഞ ട്രയാങ്കിൾ നമുക്ക് സെൻട്രോയിഡ് കാണാൻ വേറൊരു മാർഗം, സെൻട്രോയിഡ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ എങ്ങനെ കിട്ടും. അപ്പം ഇതിൽ നമ്മൾ സെക്ഷൻ ഫോർമുല അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 2 ഇത് ആണെങ്കിൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 × A 1 × A plus 2 × 0 divide by 1 + 2. അതേപോലെ തന്നെ y കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 × 9 അഥവാ k = 1 × 9 plus 2 × 0 by 1 + 2. ഇപ്പം കെയുടെ വില 3 ആണ് കിട്ടും, 9/3 അഥവാ കെയുടെ വില 9/3 അഥവാ 3 കിട്ടും. എച്ചിൻ്റെ വില A/3 ആണെന്നും കിട്ടും. എച്ച് = A/3 ആണെന്നും കിട്ടും. കെയുടെ വില 3 ആണെന്നും കിട്ടും. k = 3 ആൻഡ് എച്ച് = A/3 ആണെന്നും കിട്ടി. നമുക്ക് സെൻട്രോയിഡ് കാണാൻ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഈ പറഞ്ഞ ട്രയാങ്കിളിന്റെ 3 വേർട്ടിസ് വെച്ചിട്ട് സെൻട്രോയിഡ് കണ്ടുപിടിക്കാമല്ലോ, ABC വെച്ചിട്ട്. അപ്പോൾ സെൻട്രോയിഡ് എന്തായിരുന്നു, സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇത് വെച്ചിട്ടായിരുന്നു സെൻട്രോയിഡ് കണ്ടുപിടിച്ചെങ്കിൽ 6 + 10 cos alpha 10 cos alpha minus 10 sin alpha by 3, comma 8 minus 10 sin alpha plus 10 cos alpha by 3. ഇതായിരിക്കും സെൻട്രോയിഡ് എന്ന് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച എച്ചും കെ ആണെന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എന്താ വെച്ചാൽ ദാറ്റ് ഈസ് എച്ച് കൊമ കെ. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് എച്ച് കൊമ കെ ആണ്. കെ എന്ന് പറഞ്ഞത് 3 ആണെന്നും അറിയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 6 + 10 cos alpha minus 10 sin alpha by 3 ആണ് എച്ച് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ 8 minus 10 sin alpha plus 10 cos alpha by 3 ആണ്, ദാറ്റ് ഈസ് കെ എന്ന് പറഞ്ഞത് നമുക്കറിയാം 3 ആണെന്ന് അറിയാം. ഇതിൽ നിന്ന് റിലേഷൻ നമുക്ക് എങ്ങനെ കിട്ടും, 3h - 6 എന്ന് പറഞ്ഞത് ഫസ്റ്റത്തെ ഈ ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും. ഫസ്റ്റ് ഇക്വേഷന് 3h - 6 എന്ന് പറഞ്ഞത് 3h - 6 ആണെന്ത് 10 cos alpha minus 10 sin alpha. ഇപ്പുറത്ത് കിട്ടുക നമുക്ക് 9 - 8 അഥവാ 9 ഇത് ക്രോസ് ചെയ്താൽ 9 ഇക്വേഷൻ 2 കിട്ടുക 9 - 8 1 = 10 cos alpha minus 10 sin alpha എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3h - 6 = 1 എന്ന് കിട്ടും.
അപ്പോൾ 3h മൈനസ് 6 1 എന്ന് കിട്ടുക, 3h ഈക്വൽ ടു 7 കിട്ടും. അപ്പോൾ h ഈക്വൽ ടു 7/3 കിട്ടും. അപ്പോൾ എച്ചും കിട്ടി, കെയും കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്തിരുന്നെങ്കിൽ, ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്തിരുന്നെങ്കിൽ, ഇക്വേഷൻ നമ്പർ അഥവാ 10 കോസ് ആൽഫ മൈനസ് 10 സൈൻ ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ സ്ക്വയറിങ് ബോത്ത് സൈഡ്, ഇതിനെ സ്ക്വയർ ചെയ്തിരുന്നെങ്കിൽ, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തിരുന്നെങ്കിൽ എന്താ പറയുക, 100 കോസ് സ്ക്വയർ ആൽഫ, 10 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 100 വരും. 100 ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫ മൈനസ് 2 കോസ് ആൽഫ സൈൻ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1 എന്ന് വരും. 100 ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫ മൈനസ് 2 കോസ് ആൽഫ സൈൻ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1 എന്ന് വരും. ഇനി എന്ത് ചെയ്യും മക്കളെ, അടുത്തതിന് 100 ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ 1 ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് സൈൻ 2 ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആവും. അപ്പോൾ 100 മൈനസ് 100 സൈൻ 2 ആൽഫ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 1 ആയി. സോ 99 ആണ് 100 സൈൻ 2 ആൽഫ. നമ്മളോട് ചോദിച്ചതൊന്നല്ല മക്കളെ, ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 5a മൈനസ് 3h പ്ലസ് 6k പ്ലസ് 100 സൈൻ 2 ആൽഫയാണ്. 5a മൈനസ് 3h നമ്മൾ ചോദിച്ചതാണ് 5a മൈനസ് 3h പ്ലസ് 6k. 5a മൈനസ് 3h പ്ലസ് 6k പ്ലസ് 100 സൈൻ 2 ആൽഫ, ഈ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ 5a എയുടെ വില ഇപ്പോൾ നമുക്ക് h കിട്ടിയിട്ടുണ്ട്, k നമ്മൾ കണ്ടുപിടിച്ചു. k കിട്ടിയാൽ നമുക്ക് h a, അപ്പോൾ a നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. a എന്തായിരുന്നു മക്കൾ പറഞ്ഞത്, a എത്രയാണ്, a എന്ന് പറയുമ്പോൾ 3h ആ, 3h ആ. അപ്പോൾ 3h എന്ന് പറയുമ്പോൾ a നമുക്ക് ഓൾറെഡി കിട്ടും. a എന്ന് പറയുമ്പോൾ a ഈക്വൽ ടു 3h ആണ്. അപ്പോൾ 3 ഇൻറ്റു 7/3 ആണ്, അഥവാ 7 എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ എല്ലാം കിട്ടി. നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 7 മൈനസ് 3 ഇൻറ്റു h ആരായിരുന്നു 7/3 പ്ലസ് 6 ഇൻറ്റു കെയുടെ വില 3 ആണ് പ്ലസ് 100 സൈൻ 2 ആൽഫ. 100 സൈൻ 2 ആൽഫയുടെ വില നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, എത്രയായിരുന്നു, ഇറ്റ് ഇസ് 99. ഇത് കട്ട് ചെയ്തേനു. സോ 35 മൈനസ് 7 പ്ലസ് 18 പ്ലസ് 99. സോ 35 മൈനസ് 7 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 28 വരും. 28 പ്ലസ് 18 38ഉം 8ഉം 46. അപ്പോൾ എത്രയായിരുന്നു, ഇൻഡിജർ ടൈപ്പ് അല്ല ആൻസർ മക്കളെ, ഇൻഡിജർ ടൈപ്പ് അല്ലേ. ഓക്കെ, അപ്പോൾ എത്ര ആയിരിക്കും മക്കളെ, കൂട്ടിയേ. 18ഉം 35 7 കുറച്ചാൽ 28. സോ 28 പ്ലസ് 18 പ്ലസ് 99. 16ഉം 9ഉം 16 പ്ലസ് 9 9 പ്ലസ് 16 3 4 9 145. സോ 145 ആയിരിക്കും ആൻസർ. ഇൻഡിജർ ടൈപ്പിൽ 145 ആയിരിക്കും ആൻസർ. സോ 145 ആയിരിക്കും ആൻസർ, റിക്വയർഡ് ആൻസർ 145. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 23rd January ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. ലെറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു വിത്ത് വെർട്ടിസസ് ക്യാപിറ്റൽ P 5 4
Q minus 2, 4 and capital R, A comma B with 35 square units. If its orthocenter and centroid are O 2, 14, 5 and C comma D respectively, then C plus 2D is equal to. And നമ്മളോട് ചോദിച്ചത് സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് ആണ് സിയും ഡിയും എങ്കിൽ ആ സി പ്ലസ് 2D എന്ന് പറഞ്ഞ വാല്യൂ എന്താണെന്ന് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യനിൽ പോയിന്റ്സുകൾ കുറച്ചും കൂടി നല്ല നോക്കണം. 5, 4 minus 2, 4 ആണ്. അപ്പോൾ ഇതിനെ ഒന്ന് റഫ് ഫിഗർ വരച്ചിരുന്നെങ്കിൽ ഈ ട്രയാങ്കിളിനെ നമ്മൾ എക്സ് ആക്സും വൈ ആക്സും ജസ്റ്റ് പ്ലോട്ട് ചെയ്തിരുന്നെങ്കിൽ 5, 4 minus 2, 4 അപ്പോൾ -2 എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണെന്ന് ഇരിക്കുക. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് -2, 4. പി എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ടാണെങ്കിൽ ദാറ്റ് ഈസ് 5, 4 ആണ്. ആർ എന്ന് പറഞ്ഞത് എ കൊമ ബി ആണെന്ന് വിചാരിക്കുക. ആർ എന്ന് പറഞ്ഞ പോയിന്റ് എ കൊമ ബി ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആർ എന്ന് പറഞ്ഞത് എ കൊമ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക റഫ് ഫിഗർ അനുസരിച്ച്. പിന്നെന്താ പറയുക, ഇഫ് ഇറ്റ്സ് ഓർത്തോസെൻട്ര ആൻഡ് സെൻട്രോയിഡ് ആയ ട്രയാങ്കിൾ. അപ്പോൾ ഇത് ഈ പറഞ്ഞത് നമ്മളെ എക്സ് ആക്സിന് പാരലാണിത്. കാരണം ദിസ് ഇസ് പാരൽ ടു എക്സ് ആക്സ് ആണ്. കാരണം ഇതിന്റെ സ്ലോപ്പ് 0 ആണല്ലോ. 5, 4. ഇനി എന്താ പറഞ്ഞത്, ഓർത്തോസെൻറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, വാട്ട് ഈസ് ഓർത്തോസെൻറ്റർ? ഓർത്തോസെൻറ്റർ എന്ന് പറഞ്ഞത് ആൾട്ടിറ്റ്യൂഡുകളുടെ ഇന്റർസെക്ഷനാണ്. അപ്പം ഇവിടുന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇത് പാരലൽ ടു എന്താണ്, പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അതിങ്ങനെ പാരലൽ ടു എക്സ് ആക്സിസ് കാരണം സ്ലോപ്പ് നമുക്കറിയാം. അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ സ്ലോപ്പ് 0 ആണ്. ഇതിന്റെ സ്ലോപ്പ് 0 ആണ്. ഇതിന്റെ സ്ലോപ്പ് 0 ആണ്. അപ്പൊ ഇത് വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും. ദിസ് ഇസ് പാരലൽ ടു വൈ ആക്സിസ് ആയിരിക്കും. അപ്പൊ നമ്മളോട് തന്നിരിക്കുന്നത് ഈ ഓർത്തോസെൻറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഓൾട്ടിറ്റ്യൂഡുകളുടെ ഇന്റർസെക്ഷൻ ആണല്ലോ. ഇതേപോലെ അടുത്തൊരു ഓൾട്ടിറ്റ്യൂഡാണ് ഈ പിയിൽ നിന്ന് നമ്മൾ. അപ്പൊ ഈ ഓർത്തോസെൻറ്റർ ഇതും അടുത്ത ഓൾട്ടിറ്റ്യൂഡാണ് ഇതെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ എങ്കിൽ ഇതാണ് അടുത്തൊരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക. അടുത്ത ഓൾട്ടിറ്റ്യൂഡാണ് ഇതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് തന്നത് 2,14/5 ആണ്. 2,14/5 ആണ് ആ പോയിന്റ്. ഓർത്തോസെൻറ്റർ തന്നത് 2,14/5 ആണ്. ഓർത്തോസെൻറ്റർ ആണ് നമുക്ക് തന്നത് 2,14/5. അപ്പൊ ഈ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം പാരലൽ ടു വൈ ആക്സ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോയിന്റ് 2 ആണെന്ന് മനസ്സിലാക്കാം. അതായത് എ എന്ന് പറഞ്ഞത് 2 ആണെന്ന് മനസ്സിലായി. എയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിയപ്പോ അപ്പൊ എയുടെ വില 2 ആണെന്ന് ഉറപ്പിക്കാം. ഇനി അതേപോലെ തന്നെ ട്രയാങ്കിളിന്റെ ഏരിയ അനുസരിച്ചിട്ട് ഹാഫ് ഇൻറ്റു 5, 4, 1 -2, 4, 1 A, B, 1 that is 35 ആണ്. അവിടുന്ന് ബിയും എയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എയും ബിയും തമ്മിൽ നമുക്ക് ഓൾറെഡി A2 ആന്ന് കിട്ടിയല്ലോ. A2 ആന്ന് കിട്ടി. അപ്പൊ ഇത് 2, B ആണ്. ഈ പോയിന്റ് R ആക്ച്വലി
ഇതിന് പെർപെൻഡിക്കുലർ ആണെന്ന് അറിയാം. ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചൂടെ? സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും ഇതും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ബി കണ്ടുപിടിക്കാം. അപ്പൊ എനിക്കൊന്ന് ഏരിയ വേണ്ട, അല്ലാണ്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അതായത് പി ആറിന്റെ സ്ലോപ്പ് എന്ന് കണ്ടുപിടിച്ചേ. സോ സ്ലോപ്പ് ഓഫ് പി ആർ, സ്ലോപ്പ് ഓഫ് പി ആർ, പി ആറിന്റെ സ്ലോപ്പ് മക്കളെ 4 മൈനസ് ബി ഡിവൈഡ് ബൈ 5 മൈനസ് 2 ആണ്. ബിക്കോസ് എ 2 ആയതുകൊണ്ട് തന്നെ. അതുപോലെ സ്ലോപ്പ് ഓഫ് ക്യൂ, ഞാനൊരു ലെറ്റർ വിളിച്ചു, ഡി എന്നിരിക്കാം. സ്ലോപ്പ് ഓഫ് ക്യൂ ഡി, സ്ലോപ്പ് ഓഫ് ക്യൂ ഡി എന്ന് പറയുമ്പം ദാറ്റ് ഈസ് 14/5 മൈനസ് 4 ഡിവൈഡ് ബൈ 2 മൈനസ് മൈനസ് 2, 2 മൈനസ് മൈനസ് 2. പി ആറും ക്യൂ ഡിയും എന്താണ്? പെർപെൻഡിക്കുലറാ. പി ആർ പെർപെൻഡിക്കുലർ ടു ക്യൂ ഡി ആണ്. പി ആർ പെർപെൻഡിക്കുലർ ടു ക്യൂ ഡി ആണ്. അപ്പോൾ 4 മൈനസ് ബി ബൈ 3 ഇൻറ്റു 14/5 മൈനസ് 4 ബൈ 4 മൾട്ടിപ്ലൈ ചെയ്താൽ -1 ആയിരിക്കും. കാരണം M1 M2 -1 ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ M1 M2 -1 ആയിരിക്കും. സ്ലോപ്പുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ -1. അപ്പോൾ അവിടെ നമുക്ക് ബി കണ്ടുപിടിക്കാമല്ലോ. ഇവിടുന്ന് ബി കണ്ടുപിടിക്കാം. 12 അങ്ങോട്ട് കിട്ടി. ദാറ്റ് മീൻസ് 4 മൈനസ് ബി ഇൻറ്റു 14/5 മൈനസ് 4 ഈക്വൽ ടു -12 എന്ന് വരും. സോ 4 ഇൻറ്റു 14/5 4 മൈനസ് ബി ഇൻറ്റു 14 മൈനസ് 20/5 ഈക്വൽ ടു -12 ആണ്. സോ 4 മൈനസ് ബി, 14 മൈനസ് 20 is -6 ആണ്. -6 ഈക്വൽ ടു -60. സോ 4 മൈനസ് ബി ഈക്വൽ ടു, കട്ട് ചെയ്തിരുന്നെങ്കിൽ 10 എന്ന് വരും. സോ ബി ഈക്വൽ ടു 4 മൈനസ് 10 -6 എന്ന് വരും. ബി -6 കിട്ടി. അപ്പൊ എയും ബിയും കിട്ടി നമുക്ക്. സോ 3 കോർഡിനേറ്റ് എയും ബിയും കിട്ടി. എയും ബി, എ അപ്പൊ അതായത് ആർ എന്ന് പറഞ്ഞത് 2,-6 ആണ്. 2,-6 ആണ്. അപ്പൊ നമുക്ക് എല്ലാ വേർട്ടിസസും കിട്ടി. അപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ തന്ന ഏരിയയുടെ ഐഡിയ നമുക്ക് ആവശ്യം വരുന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് എയും ബിയും കിട്ടി. ഇനി സി എന്ന് പറഞ്ഞത്, സി ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രോയിഡ് ആണ്. അപ്പം സി കോമ ഡി എന്ന് പറഞ്ഞത് സെൻട്രോയിഡ് ആണ്. സി കോമ ഡി എന്ന് പറഞ്ഞ വേർട്ടസ്, ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞ വേർട്ടസ്, സി കോമ ഡി സെൻട്രോയിഡ് ആണ്. സെൻട്രോയിഡ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഓരോ വേർട്ടസസ് എ ബി സി, നമുക്ക് 3 വേർട്ടസ് കിട്ടിയല്ലോ. അപ്പോൾ എ എന്ന് പറഞ്ഞ വേർട്ടസ്, സോറി പി എന്ന് പറഞ്ഞ വേർട്ടസ് ആരാ? 5 4, പി 5 4 ആണ്. ക്യൂ എന്ന് പറഞ്ഞ വേർട്ടസസ് നമുക്ക് ഇവിടെ കിട്ടി. -2 4 ആണ്, ഗിവൺ ആണ്. -2 4 ആണ്. ആൻഡ് ആർ എന്ന് പറഞ്ഞ വേർട്ടസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് 2,-6 ആണെന്ന് മനസ്സിലായി. അപ്പൊ സെൻട്രോയിഡ് എന്ന് പറയുമ്പം സെൻട്രോയിഡ് എല്ലാം കൂടി ആഡ് ചെയ്യാം. ഇറ്റ് ഈസ് 5 + -2 +2 ഡിവൈഡ് ബൈ 3, 4 + 4 -6/3 ആണ്. സെൻട്രോയിഡ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3, 8 - 6 2/3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് C+2D ആണ്. C+2D ഇതാണ് സിയും ഡിയും എങ്കിൽ
c plus 2d equal to 5/3 plus 2 into 2/3 ആണ്. is 5/3 plus 4/3 ആണ്. It is 9/3. That is 3 ആണ് ആൻസർ. So 3 is the answer. ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? 3 എന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ അഥവാ നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. 3 is the correct answer. So next question, 23rd January, shift 2 question ആയിരുന്നു. A road of length 8 units moves such that its ends A and B always lie on the line x minus y plus 2 equals 0 and y plus 2 equal to 0 respectively. If the locus of the point P that divides the road AB internally in the ratio 2:1 is 9 into x square plus alpha y square plus beta xy plus gamma x plus 28y minus 76 equal to 0, then alpha minus beta minus gamma is equal to. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം, ഇങ്ങനത്തെ പ്രോബ്ലത്തിന് നമ്മൾ വിളിക്കുന്നവരാണ് ലോക്കസ് പ്രോബ്ലം എന്ന് വിളിക്കുക. ലോക്കസ് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ടൈപ്പ് പ്രോബ്ലംസ് ആണിത്. ലോക്കസ് പ്രോബ്ലം. ഈ ക്വസ്റ്റ്യനിൽ തന്നത് റോഡ് ഓഫ് ലെങ്ത് നമ്മൾ 8 units moves and A and B always lies on the line x minus y plus 2 equals 0 and y plus 2 equals 0. അപ്പോൾ x ആക്സും y ആക്സും വരച്ചിരുന്നെങ്കിൽ y equal to -2 എന്ന് പറഞ്ഞ ലൈനുണ്ട്. y equal to -2 എന്ന് പറഞ്ഞ ലൈനാണ്. അതേപോലെ തന്നെ y equal to x plus 2. y equal to x plus 2 എന്ന് പറയുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. y ഇന്റർസെപ്റ്റ് y equal to x plus 2. y equal to x plus 2. x plus 2 സ്ലോപ്പ് 1ഉം y ഇന്റർസെപ്റ്റ് 2 ആണ്. y equal to x plus 2 എന്ന ലൈൻ. അതിന് y equal to -2 എന്ന ലൈനുണ്ട്. y equal to -2 എന്ന ലൈൻ. ഇതേത ലൈന്? ദിസ് ഇസ് y equal to x plus 2. അതുപോലെ y equal to -2 എന്ന ലൈന്. y equal to -2 എന്ന ലൈന് ഉണ്ടാവും. This is y equal to -2. നമ്മളോട് പറഞ്ഞത് എ ബി എന്ന് പറഞ്ഞ റോഡ്, എ ആൻഡ് ബി, എ ലൈസ് ഓൺ ദ ലൈൻ എക്സ് മൈനസ് വൈ പ്ലസ് 2 ഈക്വൽ ടു 0 ആൻഡ് ബി ലൈസ് ഓൺ ദ ലൈൻ വൈ പ്ലസ് 2 ഈക്വൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോഡ് എന്ന് വിചാരിക്കുക. ആണ് നമ്മൾ റോഡ് എ ബി. എ ലൈസ് ഓൺ എക്സ് മൈനസ് വൈ പ്ലസ് 2 ആൻഡ് ബി ലൈസ് ഓൺ വൈ ഈക്വൽ ടു -2. ഇതിലുള്ള പോയിന്റ്സ് ഞാൻ പാരാമീറ്റർ ആയിട്ട് എടുത്തു. അതായത് ഇതിലുള്ള എനി പോയിന്റ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആൽഫ ബീറ്റയിലൂടെ ഉപയോഗിച്ചിട്ട് വേറെ ലെറ്റർ ഉപയോഗിക്കുകയാണ്. ഞാനിതിനെ സ്മോൾ ലെറ്റർ എ ആണെന്ന് ഇരിക്കുക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് എ പ്ലസ് 2 എന്ന് പറഞ്ഞതായിരിക്കും. അപ്പോൾ സ്മോൾ ലെറ്റർ എയും എ പ്ലസ് 2 ആണ്. ഇതിലാണെങ്കിൽ ഞാൻ ബി ആണ് ഉപയോഗിച്ചതെങ്കിൽ എക്സ് കോർഡിനേറ്റ് ബി ആണ്, വൈ കോർഡിനേറ്റ് -2 ആണ്. അപ്പോൾ ഈ ലൈനിലുള്ള എനി പോയിന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എ, എ പ്ലസ് 2 ആണ്. അതായത് എക്സ് കോർഡിനേറ്റ് എ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് എ പ്ലസ് 2 ആയിരിക്കും. അതുപോലെ ഈ ലൈനിൽ y ഈക്വൽ ടു -2 ആണെങ്കിൽ അതിലുള്ള ആ ബി എന്ന് പറഞ്ഞ പോയിന്റ് എപ്പോഴും എങ്ങനെ ഉണ്ടാവുക? ബി -2 ആയിരിക്കും. y വില -2 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് ബി ആയിരിക്കാം. ഇനി ഈ ഡിസ്റ്റൻസ് എ ബി കാണാൻ നമുക്കറിയാം, എ ബി കണ്ടുപിടിക്കാനുള്ള എ ബി എന്ന് പറഞ്ഞത് 8 ആണ്. അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 64 ആണ്. എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64 ആണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ആണ് 64. റിസൾട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മക്കളെ, ഇതിൽ നമുക്ക്
ഇന്റേണലി ഇൻ ദ റേഷ്യോ ലോക്കസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈ എ ബി എന്ന് പറഞ്ഞാൽ റോഡ് ഓഫ് ലെങ്ത് 8 യൂണിറ്റ്സ്, ഇതിന്റെ ലെങ്ത് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക്കസ് ഓഫ് പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റ് ഇതിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് പി, സച്ച് ദാറ്റ് പി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പോൾ ലോക്കസ് അത് എച്ച് കൊമ കെ ആക്കി എടുത്തു. തന്നെ ലോക്കസ് പ്രോബ്ലത്തിൽ അങ്ങനെ നമ്മൾ എടുക്കുക, എച്ച് കൊമ കെ ആക്കി എടുത്തു. ഇനി പി ഡിവൈഡ്സ് ദ റോഡ് എ ബി ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:1 ആണ്. ഇന്റേണലി ഇൻ ദ എ ബി ഇൻ ദ റേഷ്യോ 2:1. അപ്പൊ ഇത് 2 ആണ്, ഇത് 1 ആണ്. 2:1 റേഷ്യോയിലാണ് പറഞ്ഞത്. എ ബിനെ പി ഡിവൈഡ് ചെയ്യുന്നത് 2:1 റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ ഫോർമുല അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻ ഫോർമുല അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഈ വേർട്ടെക്സിന്, അതായത് എ ബി എന്ന് പറഞ്ഞത്, എ എന്ന് പറഞ്ഞത് എ കൊമ എ പ്ലസ് 2ഉം ബി എന്ന് പറഞ്ഞ വേർട്ടെക്സ് ബി എന്ന് പറഞ്ഞ എ ബി എന്ന് പറഞ്ഞത് ബി കൊമ -2 ആണ്. എച്ച് കൊമ കെ ഇതിന് റേഷ്യോ 2:1 ആണ്. 2:1 ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2b പ്ലസ് a/3 ആണ്. അതുതന്നെ കെ ഈക്വൽ ടു, കെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ദാറ്റ് മീൻസ് -4 പ്ലസ് a പ്ലസ് 2 ഡിവൈഡ് ബൈ 3 ആണ്. അപ്പൊ 3h ഈക്വൽ ടു 2b പ്ലസ് a ആണ്. അതേപോലെ തന്നെ 3k ഈക്വൽ ടു ആരാണ്? a -2 ആണ്. സോ 3h മൈനസ് a ആണ് 2b. ആണ് 3k ഈക്വൽ ടു 3k പ്ലസ് 2 ആണ് a. ത്രീ കെ പ്ലസ് 2 ആണ് a. ഇതിൽ നിന്ന് ഈ a ഇവിടെ കൊണ്ടുപോയി കൊടുത്തിരുന്നത് 3h മൈനസ് 3k പ്ലസ് 2 ആണ്, that is 2b. So 3h മൈനസ് 3k മൈനസ് 2 ഡിവൈഡ് ബൈ 2 ആണ് b. ഇനി നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ഇവിടെ നമ്മളോട് ഇക്വേഷൻ എഴുതിച്ചു. ഇക്വേഷൻ നമ്പർ 1 ഇതാണെങ്കിൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് a പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64 ആണ്. അപ്പൊ എക്ക് പകരം ഞാനിവിടെ 3k പ്ലസ് 2 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് 3k പ്ലസ് 2. a മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? a മൈനസ് ബി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3k പ്ലസ് 2 മൈനസ് 3h മൈനസ് 3k മൈനസ് 2 ബൈ 2 the whole square പ്ലസ് a പ്ലസ് 4 എന്ന് പറയുമ്പം 3k പ്ലസ് 2 പ്ലസ് 4, 3k പ്ലസ് 2 പ്ലസ് 4 the whole square equal to 64. ഇങ്ങനെ വരും. ഇത് നമ്മൾ ഇതാക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 3k പ്ലസ് 2 മൈനസ് 3h മൈനസ് 3k മൈനസ് 2 ഹോൾ സ്ക്വയർ ബൈ 4 വരും. സോറി അത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ എന്ത് വരും? ദാറ്റ് ഈസ് 6k പ്ലസ് 4 മൈനസ് 3h
plus 3k plus 3k plus 2 by 2 the whole square plus 3k plus 6 the whole square equal to 64. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് എച്ചും കെയിനും എക്സും വൈന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ. അതിൽ നിന്ന് ആൽഫയും ബീറ്റയും ഗാമയും കണ്ടുപിടിച്ചിട്ട് ഈ ആൽഫ മൈനസ് ബീറ്റ മൈനസ് ഗാമ കണ്ടുപിടിക്കണം. ലെങ്തിയർ ആണ് ക്വസ്റ്റ്യന്. 6k plus 3k 9k minus 3h plus 6 the whole square by 4 plus 3k plus 6 the whole square equal to 64. അപ്പോൾ ത്രൂ ഔട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9k minus 3h plus 6 the whole square plus 4 into 3k plus 6 the whole square equal to 64 into 4 എന്ന് പറയുമ്പോൾ that is 256. ഇതിനെ സ്ക്വയർ ചെയ്ത് തന്നെയാണ് a plus b plus c ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ 9 സ്ക്വയർ k സ്ക്വയർ എന്ന് പറയുമ്പോൾ that is 81k സ്ക്വയർ plus 9h square plus 36 plus 2 into 9 into 3 2 into 9 18 into 3 ആകുമ്പം എന്നിട്ട് 9 into 3 27 54 minus 54h വരും. a plus b plus c ഹോൾ സ്ക്വയർ ആണ് a സ്ക്വയർ plus b സ്ക്വയർ plus c സ്ക്വയർ plus 2ab plus 2bc plus 2ac ആണ്. അതനുസരിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പം 2 into 9 into 3 27 54 minus 54 kh plus 2 into 9 into 6 9 into 6 54 54 into 2 108 k plus 2 into 3 into 6 2 into 3 6 into 6 minus 36h minus 36h പ്ലസ് അതേപോലെ തന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്താണ് എഴുതിയത്. പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ അത് 4 into 3k the whole square എന്ന് പറയുമ്പോൾ 3k എന്ന് പറയുമ്പോൾ that is 9k square plus 2 into 3k 2 into 3k 6 into 36k plus 36 equal to 256. ഇത് റീഅറേഞ്ച് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ 81 സ്ക്വയറും 9 into 4 36 ആണ്. 9 into 4 എന്ന് പറയുമ്പോൾ that is 36. ഇപ്പോൾ 81k square plus 36 81 plus 36 എന്ന് പറയുമ്പോൾ that is 117k square. ഫോർ ഇൻറ്റു 9ഉം 81ഉം അപ്പം 36ഉം 81ഉം. സോ 117k സ്ക്വയർ പ്ലസ് 9h സ്ക്വയറും വേറെ h സ്ക്വയർ ടേം ഉണ്ടോ? ഇല്ല. പ്ലസ് 9h സ്ക്വയർ 9h സ്ക്വയർ. ഇപ്പോൾ ഈ ടേംസ് കഴിഞ്ഞു. ഇപ്പോൾ k സ്ക്വയർ ടേം കഴിഞ്ഞു, 9h സ്ക്വയർ ടേം കഴിഞ്ഞു. മൈനസ് 54kh ഉണ്ട്. മൈനസ് 54kh പ്ലസ് 144 പ്ലസ് 108 244 പ്ലസ് 8 252k ഉണ്ടാവും. പ്ലസ് 252k പിന്നെ ഉള്ളത് എച്ചിൻ്റെ ടേംസ് എത്തില്ല മക്കളെ. മൈനസ് 36h ഉണ്ടാവും.
minus 36h minus 36h plus 36 36 72 144 plus 36 144 plus 36 എന്ന് പറയുമ്പോൾ that is 180 256 180 minus 256 so 180 minus 256 എന്ന് പറയുമ്പോൾ that is minus 76 വരും minus 76 equal to 0 വരും. അപ്പോൾ ഈ ഇക്വേഷൻ എച്ചിന് ഞാൻ എക്സ് എന്നും കേക്ക് വൈ എന്നും റീപ്ലേസ് ചെയ്യും. എച്ചിന് എക്സും കേക്ക് വൈ എന്നും റീപ്ലേസ് ചെയ്തതിനാൽ ഇക്വേഷൻ എന്തായി മാറി 9x² പ്ലസ് 117y² minus 54xy plus 2 minus 36x plus 252y minus 76 equal to 0. ഇതിനെയാണ് നമ്മൾ ഏതായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യണം. ആ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 9 എടുത്ത് കോമൺ എടുക്കുക. എല്ലാത്തിനും 9 കോമൺ എടുത്താൽ എന്ത് വരും? അപ്പം 9 അങ്ങ് കോമൺ എടുത്താൽ 9 into x² plus plus 13y² minus 6xy minus 4x plus 28y minus 76 equal to 0. ഇത് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാമോ? തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷൻ ഇതാണ്. ഗിവൺ ഇക്വേഷൻ തന്നിരിക്കുന്നത് 9 into x² plus 9 into x² plus alpha y² plus beta xy plus beta xy plus gamma x plus 28y minus 76 equal to 0. അപ്പോൾ ഇവിടുന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ എത്രയാന്ന് കിട്ടും? ആൽഫ 13 ആന്ന് കിട്ടും. ബീറ്റ -6 ആന്ന് കിട്ടും. ഗാമ -4 ആന്നും കിട്ടും. ഗാമ -4 നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ മക്കളെ? കണ്ടുപിടിക്കാൻ പറഞ്ഞത് ദാറ്റ് ഈസ് ആൽഫ മൈനസ് ബീറ്റ മൈനസ് ഗാമയാണ്. So they asked to alpha minus beta minus gamma. That is 13 minus -6 minus -4. So 13 plus 6 plus 4 ആണ്. So answer is 23 ആണ്. 23 is the answer. Option ഏതാ മക്കളെ? 23 ആൻസർ ഉണ്ടെങ്കിൽ that means third option 23 ആയിരിക്കും കറക്റ്റ് ആൻസർ. കുറച്ച് ലെങ്തിയർ പ്രോബ്ലം ആണ്, ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ലോക്കസ് ക്വസ്റ്റൻ ആയിരുന്നു. സോ അടുത്ത ക്വസ്റ്റൻ നമുക്ക് 24th January ഷിഫ്റ്റ് 1 ക്വസ്റ്റൻ ആയിരുന്നു. ലെറ്റ് ദ ലൈൻസ് 3x minus 4y minus alpha equal to 0, 8x minus 11y minus 33 equal to 0 and 2x minus 3y plus lambda equal to 0 be concurrent ആണ്. If the image of the point 1,2 in the line 2x minus 3y plus lambda equal to 0 is 57/13 minus 40/13, then modulus of alpha into lambda is equal to. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം പറയുന്നത് 3 ലൈൻസ് കൺകറന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺകറന്റ് ആണ് നമുക്ക് ഡിറ്റർമിന്റ് 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. If the image of the point 1,2 in the line 2x minus 3y plus lambda equal to 0 അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 1,2 എന്ന് പറഞ്ഞ പോയിന്റും ലൈന് 2x minus 3y പ്ലസ് ലാംഡ ഈക്വൽ ടു 0ന്റെ ഇമേജ് തന്നിട്ടുണ്ട്. ആരാണ്? ഇതാണ് ഇമേജ് എങ്കിൽ ആ ഇമേജ് 57/13 minus 40/13 ആണ്. അപ്പൊ ഇതിന്റെ പി ആണ് ഈ പോയിന്റ് എങ്കിൽ അതിന്റെ പി ഡാഷ് ആണതെങ്കിൽ ഇതാണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ അഥവാ മിഡ് പോയിന്റ് ആയിരിക്കും. അത് ഈ രണ്ടിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും.
അപ്പോൾ ഈ മിഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആ എം എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? That is 1 plus 57/13/2, അതുപോലെ തന്നെ 2 പ്ലസ് അഥവാ 2 മൈനസ് 40/13/2 ആണ്. അപ്പം ഈ എം എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? 13 പ്ലസ് 57, 13 പ്ലസ് 57ഉം 60 70/2, 35, 13ഉം 57, 60, 70, 70/2 35/13 വരും, ഇത് 26 മൈനസ് 40, 26 മൈനസ് 40 എന്ന് പറയുമ്പോൾ -14 വരും, -14/13 ഇൻറ്റു 2 അഥവാ -7/13 വരും, -7/13 വരും. അപ്പോൾ ഇതാണ് എം എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ എം എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഏതൊക്കെ എം എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? 35/13ഉം -7/13 ആണ് എം എന്ന് പറഞ്ഞ പോയിന്റ്. എങ്കിൽ മക്കളെ ഈ എം മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? എം സാറ്റിസ്ഫൈ, എം എന്ന് പറഞ്ഞ പോയിന്റ് എം സാറ്റിസ്ഫൈ on 2x minus 3y പ്ലസ് ലാംഡ ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഞാൻ അത് അതിൽ ഇട്ട് കൊടുക്കുമ്പം 35 2 ഇൻറ്റു 35/13 മൈനസ് 3 ഇൻറ്റു -7/13 പ്ലസ് ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 35 70/13 പ്ലസ് 21/13 പ്ലസ് ലാംഡ ഈക്വൽ ടു 0 ആണ്. സോ ലാംഡ അറിയുമ്പോൾ -91/13 ആണ്. സോ ലാംഡ -7 ആണ് കിട്ടി. നമുക്ക് അതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം? ആൽഫ കണ്ടുപിടിക്കണം. 3 ലൈൻ. അപ്പോൾ ഏതൊക്കെ നമ്മളെ ലൈൻസ് ഏതൊക്കെയാണ്? ലൈൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മളെ ലൈൻസ് ഏതൊക്കെ? ഫസ്റ്റത്തെ ലൈൻസ് ആണ് 3x മൈനസ് 4y മൈനസ് ആൽഫ ഈക്വൽ ടു 0. ഇതാണ് L1 എന്ന ലൈൻ. 3x മൈനസ് 4y മൈനസ് ആൽഫ ഈക്വൽ 0. രണ്ടാമത്തെ 8x മൈനസ് L2 എന്ന് പറഞ്ഞ ലൈനാണ് 8x മൈനസ് 11y മൈനസ് 33 ഈക്വൽ ടു 0. ആൻഡ് തേർഡ് ലൈൻ L3 എന്ന് പറഞ്ഞതാണ്. L3 എന്ന് പറഞ്ഞ ലൈനാണ് 2x മൈനസ് 3y പ്ലസ് ലാംഡ ഈക്വൽ ടു 0. 2x മൈനസ് 3y പ്ലസ് ലാംഡയാണ്. ലാംഡയുടെ വില നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു -7 ആണ്. അപ്പം അതിന് പകരം -7 ഈക്വൽ ടു 0. ഇത് കൺകറന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ 3 ലൈൻസും കൂടി ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ഇതാണ് കൺകറന്റ് എന്ന് പറയുമ്പോൾ. കൺകറന്റ് ലൈൻ ആണെങ്കിൽ ഇതിന്റെ നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഡിറ്റർമിനന്റ് 0 ഇക്വേറ്റ് ചെയ്യാം. ഡിറ്റർമിനന്റ് 3 മൈനസ് 4 മൈനസ് ആൽഫ 8 മൈനസ് 11 മൈനസ് 33 2 മൈനസ് 3 മൈനസ് 7. ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൽഫയും കിട്ടും. അപ്പോൾ ആൽഫ ഒന്ന് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ്. സോ +3 ഇൻറ്റു അതുള്ള റോയും കോളം ഡിലീറ്റ് ചെയ്താൽ -11 ഇൻറ്റു 7 77 -3 ഇൻറ്റു -33 അപ്പം -99 വരും. കാരണം -11 ഇൻറ്റു -7 ദാറ്റ് ഈസ് 77 വരും. 77 -3 ഇൻറ്റു മൈനസ് അപ്പം പോസിറ്റീവ് ആവും. മൈനസ് ദാറ്റ് ഈസ് +4 ഇൻറ്റു 4 ഉള്ള റോയും കോളം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 ഇൻറ്റു -7 56 -56 +66 അതുപോലെ പ്ലസ് ഓർ മൈനസ്. അപ്പം മൈനസ് ആൽഫ ഇൻറ്റു എന്ത് വരും? മൈനസ് ആൽഫ ഇൻറ്റു -24 പ്ലസ് 22 ഈക്വൽ ടു 0 ആണ്. അപ്പം
minus 22, 3 into minus 22, 4 into 10 minus 2. അപ്പോൾ minus 2 plus 2 alpha equal to 0 ആണ്. So minus 66, minus 66ഉം plus 40ഉം കൂടി ആകുമ്പോൾ minus 66 plus 40 എന്ന് പറയുമ്പോൾ that is minus 26 plus 2 alpha equal to 0. So 2 alpha 26 and alpha equal to 13 കിട്ടും. ആൽഫ 13 ആണെന്നും കിട്ടും. നമ്മളോട് ചോദിച്ചതല്ല മക്കളെ, എന്തായിരുന്നു ചോദിച്ചത്? മോഡുലസ് ഓഫ് ആൽഫ ഇൻറ്റു ലാംഡ. സോ മോഡുലസ് ഓഫ് ആൽഫ ഇൻറ്റു ലാംഡ. ആൽഫയുടെ വില 13ഉം ലാംഡയുടെ വില -7 ആണ്. അതിൻ്റെ മോഡുലസ് ആണ്. ദാറ്റ് മീൻസ് ആൻസർ എന്തായിരിക്കും? മോഡുലസ് ഓഫ് ആൽഫ ലാംഡ അല്ലേ ചോദിച്ചത്? മോഡുലസ് ഓഫ് ആൽഫ ലാംഡ. ആൽഫ 13ഉം ലാംഡ -7 ആണ്. അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 91 ആയിരിക്കും ആൻസർ. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? തേർഡ് ഓപ്ഷൻ 91 ആയിരിക്കും ആൻസർ, കറക്റ്റ് ഓപ്ഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 24th January ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. ലെറ്റ് ദ പോയിന്റ്സ് 11/2, ആൽഫ ലൈ ഓൺ ഓർ ഇൻസൈഡ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് x plus y equal to 11, x plus 2y equal to 16 and 2x plus 3y equal to 29. And the product of the smallest and largest values of alpha is equal to. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ്, അപ്പോൾ ഞാനൊന്ന് ഫിഗർ വരക്കാൻ നോക്കിയാൽ എക്സ് ആക്സും വൈ ആക്സും എടുത്തു, റഫ് ഫിഗർ ആയിട്ട് വരക്കാണ്. എക്സ് ആക്സും വൈ ആക്സും മക്കളെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 എന്ന് പറഞ്ഞ ലൈൻ എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11, ഇതും 11 ആയിരിക്കും, ഇതും 11 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 11 ആയിരിക്കും, വൈ കോർഡിനേറ്റ് 11 ആയിരിക്കും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11, കാരണം എക്സ് ബൈ 11 പ്ലസ് വൈ ബൈ 11 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇന്റർസെപ്റ്റ് ഫോം അനുസരിച്ച് വരച്ച ലൈനാണ്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 16 ആണെങ്കിൽ y 0 കൊടുക്കുമ്പോൾ അപ്പോൾ ഈ ലൈൻ ഏതാണ്? ദിസ് ലൈൻ ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 ആണ്. അതുപോലെ അടുത്തൊരു ലൈനാണ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 16. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 16 എന്ന് പറയുമ്പോൾ എക്സ് 0 ആകുമ്പോൾ y 0 ആകുമ്പോൾ എക്സ് 16 ആണ്. അപ്പം അതുപോലെ തന്നെ 8 ആണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവും, 16ഉം 8ഉം. ഇതായിരിക്കും അടുത്ത ലൈന്. ഇതാണ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 16. ഇതാണ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 16 എന്ന് പറഞ്ഞ ലൈൻ. അതുപോലെ 2x പ്ലസ് 3y ഈക്വൽ 29 എന്ന് പറയുമ്പോൾ 2x പ്ലസ് 3y ഈക്വൽ 29 ആകുമ്പോൾ എക്സ് 0 ആകുമ്പോൾ y 0 ആകുമ്പോൾ 29/2 ആണ്. 29/2 എന്ന് പറയുമ്പോൾ ഏകദേശം 14.5 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവും. ഇതാണ് 29/2. y 0 ആകുമ്പോൾ അല്ല എക്സ് 0 ആകുമ്പോൾ y 29/3 ആണ്. അപ്പം 9 point something ആയിരിക്കും, അഥവാ ഇവിടെ 10ന് അടുത്ത് വരും. ഇതാണ് 29/3. 29/3 വരുന്നത് ഇവിടെ ആയിരിക്കും. ആ ലൈൻ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ആ ട്രയാങ്കിള്. നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ട്രയാങ്കിൾ ആണ് ഈ കാണിച്ചത്. ഇനി എന്താ പറഞ്ഞത്? 11/2, ആൽഫ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. 11/2, ആൽഫ എന്ന് പറഞ്ഞാൽ ഇത് പോയിന്റ് 11/2 ലൈ ഓൺ ഓർ ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആണ്. ഓൺ ഓർ ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പോൾ 11/2, ആൽഫ എന്ന് പറഞ്ഞാൽ അത് ആ ലൈൻ ഞാനൊന്ന് വരച്ചിരുന്നെങ്കിൽ x ഈക്വൽ ടു 11/2, ആൽഫ. ഇതാണ് 11ഉം 11ഉം എങ്കിൽ 11/2 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ മിഡ് പോയിന്റിലൂടെ വരും 11. x ഈക്വൽ ടു 11/2 എന്ന് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവും ലൈൻ. ദിസ് ഇസ് x ഈക്വൽ ടു 11/2 എന്ന് പറഞ്ഞ ലൈൻ. x ഈക്വൽ ടു 11/2 എന്ന് പറഞ്ഞാൽ 11/2 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. അപ്പോൾ
11/2 ആൽഫ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈനിൽ എവിടെയാവാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റ് ഒന്നെങ്കിൽ ഈ പോയിന്റ് ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലാവാം. ഈ രണ്ട് പോയിന്റ് ആവാൻ സാധ്യത. അതായത് 0.11/2 ആൽഫ ആണ്. എന്നിട്ട് ആൽഫയുടെ എന്താ ചോദിച്ചത്? എന്താ പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാല്യൂ ഓഫ് ആൽഫ ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ 0.11/2 ഇതാണ് നമ്മളെ പോയിന്റ് എങ്ങനെ ഇരിക്കുക. ആ പോയിന്റ് ഞാൻ ആ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ ഒന്നെങ്കിൽ ഏതാവാം, ഈ എക്സ് ഏത് ലൈനിൻ്റെ മുകളിലാവാം, ഈ 29x+y ആ മൂന്നാമത്തെ ഒരു ലൈൻ ഉണ്ടല്ലോ, ഏതായിരുന്നു മൂന്നാമത്തെ ലൈൻ നമ്മൾ പറഞ്ഞത്? ഈ ലൈൻ ഏതാണ്? x+2x+3y = 29. അതിൽ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാല്യൂ കിട്ടണം. അപ്പം വെൻ എക്സിന് ഞാൻ 11/2 കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റത്തെ ഈ 2x+3y = 29ൻ്റെ മുകളിലാണ് നമുക്ക് ഏത് ലൈൻ കിട്ടുക? മാക്സിമം വാല്യൂ കിട്ടുക. അപ്പോൾ ആൽഫ മാക്സിമം ആവല് when x = 11/2 ഏതിൻ്റെ മുകളിലാവണം? ഓൺ ദ ലൈൻ 2x+3y = 29ൻ്റെ മുകളിലായിരിക്കും. 3y = 29. അപ്പോൾ 2 × 11/2 + 3y = 29 ആണ്. അപ്പോൾ 3y = 29 - 11 ആണ്. സോ 3y = 18 വരും. ദാറ്റ് മീൻസ് y = 6 കിട്ടും. അപ്പോൾ വൈക്ക് പകരം നമ്മൾ ആൽഫ എന്ന് കൊടുത്താൽ മതി. വൈക്ക് പകരമാണ് ഇവിടെ ഞാൻ ആൽഫ എന്ന് കൊടുത്തത്. ത്രീ ആൽഫ സോ ആൽഫ. അപ്പോൾ ആൽഫയുടെ വില 6. അതാണ് മാക്സിമം വാല്യൂ ഓഫ് ആൽഫ. അതുപോലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് x+2y = 16 വരിക. പക്ഷെ അത് ഔട്ട് സൈഡ് ആയിരിക്കും നമുക്ക്. അപ്പോൾ ഏതിൻ്റെ മുകളിലായിരിക്കണം മിനിമം വാല്യൂ ഇതിൽ കിട്ടുക? അത് x+y = 11ൻ്റെ മുകളിലാണ്. സോ ആൽഫ മിനിമം ആവല് എപ്പോഴാണ് വെച്ചാൽ ആൽഫ മിനിമം ആവല് വെൻ എക്സ് 11/2 ഏതിൻ്റെ മുകളിലാവുമ്പോഴോ ഓൺ x+y = 11ൻ്റെ മുകളിലാണ്. അപ്പം 11/2 പ്ലസ് ആൽഫ = 11 ആണ്. സോ ആൽഫ എന്ന് പറഞ്ഞത് 11/2 തന്നെ ആയിരിക്കും. ചോദ്യം അതല്ല. ചോദ്യം എന്താ വെച്ചാൽ എന്താ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാല്യൂസ് ഓഫ് ആൽഫയാണ്. Product of the smallest and largest values of alpha. So alpha maximum into alpha minimum ആണ്. Alpha maximum എന്ന് പറഞ്ഞത് 6 ആണ്. Alpha minimum എന്ന് പറഞ്ഞത് 11/2 ആണ്. So 6 × 11/2 എന്ന് പറയുമ്പോൾ that is 3 × 11 അഥവാ 33 ആയിരിക്കും ആൻസർ. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ചോദ്യം വരും, ആൽഫ മിനിമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പോയിന്റ് എടുത്തൂടെ എന്നാണ്. ഈ പോയിന്റ് എന്തുകൊണ്ട് എടുക്കാൻ പറ്റാത്തത്? അത് ലൈനിന്റെ മുകളിലാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ ഇതായിരുന്നു മക്കളെ. നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ ഇതാ, ഈ ഗ്രീനിലുള്ള ട്രയാങ്കിൾ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ട്രയാങ്കിളിന്റെ അകത്തോ അല്ലെങ്കിൽ ലൈ ഓൺ ഓർ ഇൻസൈഡ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ടാണ് ആ റെഡിലുള്ള പോയിന്റ് എടുക്കാത്തത്. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും? തേർഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ, 33. ഓക്കെ, സോ 7th ക്വസ്റ്റിലേക്ക് പോവാം. 28th January ഷിഫ്റ്റ് 1 ചോദിച്ചതാണ്. ലെറ്റ് NCR -1 28ഉം NCR 56ഉം NCR+1 70 ആണ്. പിന്നെ വേറെ തന്നിരിക്കുന്നത് ABC എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 4 cos t, 4 sin t, 2 sin t, -2 cos t, 3r - n, r² - n - 1.
അപ്പോൾ ഈ NCR-1 NCR+1 വെച്ച് ആറും എന്നും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ സി എന്ന് പറഞ്ഞ വേർട്ടെക്സ് കണ്ടുപിടിക്കേണ്ടി വരും. The vertex of triangle ABC, where T is a parameter, if 3x minus 1 whole square plus 3y square equal alpha, then locus of centroid of triangle ABC. അപ്പോൾ ലോക്കസ് പ്രോബ്ലം ആണ് ഇത് ആക്ച്വലി. ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ ലോക്കസ് പ്രോബ്ലം തന്നെയാണ് വീണ്ടും. ലോക്കസ് പ്രോബ്ലം ആണ്. ദെൻ ആൽഫ എന്താണെന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് NCR റിസൾട്ട് ഉണ്ട്. NCR/NCR-1 എന്ന് പറഞ്ഞത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുള്ള റിസൾട്ടാണ്. N-R+1/R ആണ്. അല്ലെ NCR/NCR-1 N-R+1/R ആണ്. അതേപോലെ NCR+1/NCR എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് N-R/R+1 ആണ്. ഈ റിസൾട്ട് ഒന്ന് പഠിച്ചു വെക്കണം. രണ്ട് റിസൾട്ടും ബൈ ഹാർട്ട് ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? NCR ഡിവൈഡ് ബൈ NCR-1. NCR-1 എന്ന് പറഞ്ഞത് 56/28 അഥവാ N-R+1/R ഈക്വൽ ടു 2 എന്ന് എഴുതാം. സോ N-R+1 ഈക്വൽ ടു 2R ആണ്. സോ N ഈക്വൽ ടു ഓർ N+1 ഈക്വൽ ടു 3R എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 1. അതേപോലെ തന്നെ രണ്ടാമത്തെ അതേപോലെ തന്നെ നമുക്ക് NCR+1 70 ആണ്. NCR ആരാണ്? 56 ആണ്. അപ്പൊ N-R അഥവാ NCR+1/NCR ആണ് 70 ഡിവൈഡ് ബൈ 56 അഥവാ N-R/R+1 ആണ് 70/50. അതായത് 7 × 10ഉം 7 × 8 ആണ്. 7 കട്ട 10/8 എന്ന് പറഞ്ഞാൽ അഥവാ 5/4 ആവും. 5/4 ആണ് N-R/R+1. ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4N-4R ഈക്വൽ ടു 5R+5 ആണ്. ഇതിൽ നിന്ന് റിസൾട്ട് ഇട്ട 4N ഈക്വൽ ടു 9R+1 അഥവാ 4N-5 എന്ന് പറഞ്ഞത് 9R ആണ്. 9R 4N-5 ഈക്വൽ ടു 9R എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഈ 3R ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4N-5 ഈക്വൽ ടു 3 × 3R. അപ്പൊ 3 × 9R. 3Rന് പകരം N+1 കൊടുത്താൽ 3 × N+1 എന്ന് എഴുതാം. സോ 4N-5 ഈക്വൽ ടു 3N+3 ആണ്. അഥവാ N ഈക്വൽ ടു 8 എന്ന് കിട്ടും. N8 ആണെങ്കിൽ നമുക്കറിയാം N+1 ഈക്വൽ ടു 3R അല്ലേ? ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ 6 കിട്ടും. N+1 ഈക്വൽ ടു 3R. അപ്പോൾ 8+1 ഈക്വൽ ടു 3R ആണ്. സോ R ഈക്വൽ ടു 3 ആണ് കിട്ടും. അപ്പോൾ N കിട്ടി, R കിട്ടി. അങ്ങനെയാണ് നമുക്ക് C എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ A എന്ന് പറഞ്ഞ കോർഡിനേറ്റ് അറിയാം. C എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആരായിരിക്കും? C എന്ന് പറഞ്ഞ കോർഡിനേറ്റ് നമുക്ക് കാണാം. C എന്ന് പറഞ്ഞ കോർഡിനേറ്റ് എന്താ തന്നിരിക്കുന്നത്? 3R - N 3R - N, R² - N-1. R² - N-1 ആണ്. അപ്പോൾ C എന്ന് പറഞ്ഞത് 3R 3 × 3 9 - 8 അഥവാ 1, R² 9 - 8 1 - 1 0. അപ്പോൾ C എന്ന് പറഞ്ഞ കോർഡിനേറ്റ് 1 0 ആണ്. അല്ലെ A എന്ന് പറഞ്ഞ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ആരായിരുന്നു? 4 cos t 4 sin t ആണ്. 4 cos t 4 sin t ആണ് അല്ലേ? 4 cos t 4 sin t ആണ്. അല്ലെ B എന്ന് പറഞ്ഞ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഏതായിരുന്നു B എന്ന് പറഞ്ഞ കോർഡിനേറ്റ് മക്കളെ?
2 sin t minus 2 cos t. ഇനി ഈ 3 വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ടി പാരാമീറ്റർ ആയിട്ട് ഇതിന്റെ ലോക്കസ് ഓഫ് സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ ഇതിന്റെ സെൻട്രോയിഡിന്റെ ലോക്കസ് ആണ് പറഞ്ഞത്. സെൻട്രോയിഡ് ഞാൻ എന്താക്കി എടുത്തു, എച്ച് കൊമ കെ ആക്കി എടുത്തു. ലോക്കസ് പ്രോബ്ലം ആണ്. അപ്പൊ ഇതിന്റെ സെൻട്രോയിഡ് കാണാനുള്ള ഫോർമുല അനുസരിച്ച് നമുക്കറിയാം സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കാം. എ ബി സിന്റെ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി, സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇത് മൂന്നും കൂടി കൂട്ടിയാലേ 1 പ്ലസ് അഥവാ 4 cos t പ്ലസ് 2 sin t പ്ലസ് 1/3 ആണ് എച്ച്. അതേപോലെ തന്നെ 4 sin t മൈനസ് 2 cos t പ്ലസ് 0/3 ആണ് കെ. ഇപ്പൊ ടി ഒരു പാരാമീറ്റർ ആണ്. അപ്പോൾ ആ പാരാമീറ്റർ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റിലേഷൻ ഉണ്ടാക്കുക, ലോക്കസിന്റെ റിലേഷൻ ഉണ്ടാക്കുക. അപ്പോൾ 4 cos t പ്ലസ് 2 sin t എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 3h മൈനസ് 1 ആണ്. അല്ലെ 4 sin t മൈനസ് 2 cos t ആണ് 3k. ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്താൽ 4 cos t പ്ലസ് 2 sin t ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3h മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. 4 sin t മൈനസ് 2 cos t ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3k ഹോൾ സ്ക്വയർ ആണ്. ഇക്വേഷൻ നമ്പർ 3ഉം ഇക്വേഷൻ നമ്പർ 4ഉം ആണത്. 3ഉം 4ഉം നമ്മൾ ആഡ് ചെയ്യണം. 3ഉം 4ഉം ആഡ് ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ 3നെ സ്ക്വയർ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 cos square t പ്ലസ് 4 into 2 8, 2 into 4 8 into 2 16 sin cos t sin t പ്ലസ് 4 sin square t. അതാണ് 3h മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. മറ്റേതിനെ എക്സ്പാൻഡ് ചെയ്താൽ 16 sin square t മൈനസ് 16 cos t sin t പ്ലസ് 4 cos square t equal to 3k whole square. ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 4ഉം. അപ്പോൾ 3ഉം 4ഉം ഞാനൊന്ന് ആഡ് ചെയ്തു. 3ഉം 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം വെട്ടിപ്പോയി. സോ 16 cos square t plus sin square t 1 ആകുമ്പോൾ 16 പ്ലസ് 4 ആണ് 3h മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3k ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ലോക്കസ് പ്രോബ്ലം ആയതുകൊണ്ട് എച്ചും കെ, എച്ച് എല്ലാം എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക, കെ എല്ലാം വൈ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 3x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ആൽഫ ആയിട്ട്, അതായത് ക്വസ്റ്റ്യനിൽ തന്ന 3x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3y ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ 20 ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ആൽഫയുടെ വില ആണ് ചോദ്യം. ആൽഫയുടെ വില 20 ആണ്. ദാറ്റ് മീൻസ് 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഏത് ഓപ്ഷൻ മക്കള്? 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. 20 ഈസ് ദ ആൻസർ. സോ അടുത്ത ക്വസ്റ്റൻ നോക്കാം. 28 ജനുവരി ഷിഫ്റ്റ് 2-ൽ ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. 2 equal sides of an isosceles triangle are along minus x plus 2y equal to 4 and x plus y equal to 4. If m is the slope of its third side, then the sum of all possible distinct values of m is. അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഈക്വൽ സൈഡ്സിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. അതിൻ്റെ ഈക്വൽ സൈഡ്സ്, അപ്പോൾ ഇതും ഈക്വൽ സൈഡാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇക്വേഷൻ ആണ് മൈനസ് എക്സ് പ്ലസ് 2, റഫ് ഫിഗർ ആണ് ഞാൻ വരക്കുന്നത്. മൈനസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 4ഉം ഈ ലൈൻ ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4ഉം ആണ്. ഇതിനാണ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് എം ഇതാണ് തേർഡ് സൈഡ്. തേർഡ് സൈഡിന്റെ സ്ലോപ്പ് ഞാൻ എന്താക്കി എടുത്തു വെച്ചാൽ എം ആക്കിയിട്ട് അസ്യൂം ചെയ്തു എന്നിരിക്കാം.
അങ്ങനെയാണ് ഈ ഫസ്റ്റത്തെ ലൈന് ഇതാണ് L1, ഇതാണ് L2. L1ന്റെ സ്ലോപ്പാണ് M1 ആക്കി എടുത്തത്. അഥവാ ഇതിന്റെ സ്ലോപ്പ്, ഇയാളുടെ സ്ലോപ്പ് M1 എത്ര ആയിരിക്കും? -a/b ആണ്. അപ്പൊ -1 by -1/2, ദാറ്റ് ഈസ് 1/2 ആണ്. ഇതിന്റെ സ്ലോപ്പ് M2ന്റെ സ്ലോപ്പ് അഥവാ M2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് -1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ടാൻ അപ്ലൈ ചെയ്യാം. ടാൻ ഇക്വേഷൻ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ ആണ് മോഡുലസ് ഓഫ് M2 - M1 by 1 + M1 M2 ആണ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? M - 1/2 by 1 + 1/2M ഈക്വൽ ടു അതാണെങ്കിൽ M + 1 by 1 + M1 into M2. 1 + M1 into M2. That means 1 - M എന്ന് വരും. 1 - M. അത് മോഡുലസ് ആയതുകൊണ്ട് തന്നെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. മോഡുലസ് ഇക്വേഷൻ ആകുമ്പോൾ mod x = mod y ആണ്, x = +or - y ഉണ്ട്. രണ്ട് കേസ് വരും. ഫസ്റ്റത്തെ എന്താ വരിക? ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് തരും. 2m - 1 by 2 കട്ട് ചെയ്തു. 2m - 1 by 2 + m. 2 + m equal to m + 1 by 1 - m. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ കേസ് 1, അതിൽ കേസ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ 2m - 1 by 2 + m equal to m + 1 by 1 - m. രണ്ടും പോസിറ്റീവ് ആവും. അപ്പോൾ mod x = mod y ആണ്, x = y ആയിരിക്കും. അതായത് mod x = mod y എന്ന് കിട്ടുകയാണെങ്കിൽ, mod x = mod y ആണെങ്കിൽ x = +or - y എന്നുള്ള പോലെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് എടുത്തത്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പം 2m - 1 into 1 - m equal to m + 1 into 2 + m. So 2m minus 2m square minus 1 plus m equal to 2m plus m square, 2m plus m square plus 2 plus m. ഈ 2m വെട്ടിപ്പോയി, ഈ m വെട്ടിപ്പോയി. ദാറ്റ് ഈസ് 3m square equal to -3 എന്ന് വരും. 3m square equal to -3. അപ്പോൾ 3m square equal to -3 എന്ന് പറഞ്ഞത് നോട്ട് പോസിബിൾ ആണ്. കാരണം എന്താ? ഒരാളുടെ സ്ക്വയർ ചെയ്ത വില ഒരിക്കലും 3 × m square എന്ന് പറഞ്ഞത് -3 എന്ന് പറഞ്ഞാൽ നോട്ട് പോസിബിൾ. അപ്പോൾ ഈ കേസ് 1 എടുക്കാൻ പറ്റൂല. സോ കേസ് 2 എടുക്കണം. കേസ് 2 എന്താണെന്ന് വെച്ചാൽ ഒരാൾ പോസിറ്റീവ് 2m - 1 by 2 + m equal to minus of m + 1 by 1 - m. അപ്പോൾ ഇതിൽ എന്താ മാറ്റം വരിക വെച്ചാൽ 2m - 1 into 1 + m equal to minus of m + 1 into 2 + m. ആകെ മാറ്റം വരിക, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2m minus 2m square minus 1 plus m equal to, ഈ ആൻസറിൽ നെഗറ്റീവ് വരും, -2m minus m square -2 minus m ഇങ്ങനെ വരും. സോ എന്ത് വരും? ദാറ്റ് മീൻസ് m square -2m square അങ്ങോട്ട് m square -4m -2. അപ്പോൾ m square -6m വരും. m square -6m -1 m square -3m -6m +1 equal to 0 ആയി. ഇതൊരു ക്വാഡ്രാറ്റിക്. ഇതിൻ്റെ റൂട്ട്സ് നമുക്കറിയാം. ഇതിൻ്റെ റൂട്ട്സ് ആണ് m1 ഉം m2 എന്ന് ഇരിക്കാം. ചോദ്യം എന്താ അറിയോ? നല്ല ക്വസ്റ്റ്യൻ നോക്കിയേ. സം ഓഫ് ഓൾ
പോസിബിൾ ഡിസ്റ്റിങ് വാല്യൂസ്, സം ഓഫ് ഓൾ പോസിബിൾ ഡിസ്റ്റിങ് വാല്യൂസ് ഓഫ് എം ആ. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ M1 അതായത് ഈ ക്വാഡ്രാറ്റിക്കിനെ സോൾവ് ചെയ്തിട്ട് M1 M2 സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 ആണെങ്കിൽ, AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയാണ്. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് B/A ആണ്. ആ ഒരു ഐഡിയ അനുസരിച്ച് നമുക്കിവിടെ M1 പ്ലസ് M2 കണ്ടുപിടിച്ചാൽ മതി. സം ഓഫ് ഓൾ ഡിസ്റ്റിങ് വാല്യൂസ് ഓഫ് M ആണ് ചോദിച്ചത്. അപ്പോൾ M1 പ്ലസ് M2 എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് മൈനസ് B/A അറിയുമ്പോൾ പ്ലസ് 6 വരും. അപ്പോൾ 6 ആണ് ആൻസർ. അപ്പം തേർഡ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ 6. സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. 29th January ഷിഫ്റ്റ് 1 ചോദിച്ചതായിരുന്നു. Let ABC be a triangle formed by the line 7x minus xy plus 3 equal to 0, x plus 2y minus 31 equal to 0, and 9x minus 2y minus 19 equal to 0. Let the point h comma k be the image of the centroid of triangle ABC in the line 3x plus 6y minus 53 equal to 0. Then h square plus k square plus hk is equal to. ഓപ്ഷൻസ് ആയിട്ട് 47 ഉണ്ട്, 37, 36, 40. അപ്പം തന്നിരിക്കുന്നത് ട്രയാങ്കിൾ ABC എന്നിട്ടുണ്ട്. അതിന് 3 സൈഡുകൾ നമുക്ക്. ഫസ്റ്റ് സൈഡാണ് 7x മൈനസ് 6y പ്ലസ് 3 ഈക്വൽ ടു 0. അടുത്ത സൈഡാണ് x പ്ലസ് 2y മൈനസ് 31 ഈക്വൽ ടു 0. 9x minus 2y minus 19 equal to 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അറിയോ? ഈ ട്രയാങ്കിൾ ABC കിട്ടും. ABC എന്ന് പറഞ്ഞ വേർട്ടെക്സ് കണ്ടുപിടിക്കാം. ഓരോ 2 ലൈൻസ് സോൾവ് ചെയ്ത് നമുക്ക് ഓരോ വേർട്ടെക്സ് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ വേർട്ടെക്സിന്റെ സെൻട്രോയിഡ് ആണ് h, k. പോയിന്റ് h, ബി ദ ഇമേജ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ. അതിന്റെ സെൻട്രോയിഡ് ആണ് G എന്നിരിക്കുക. ആ ജിന്റെ ഇമേജ് ഇൻ ദ ലൈൻ 3x പ്ലസ് 6y മൈനസ് 53 ആണ് h, k. ആദ്യം G കണ്ടുപിടിക്കണം, സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. എന്നിട്ട് സെൻട്രോയിഡിന്റെ ഇമേജ് കാണണം. ആ ഇമേജ് ആണ് h, k. എന്നിട്ട് h kയും വെച്ച് റിലേഷൻ വെച്ചിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ട. അപ്പോൾ ആദ്യം എയും ബിയും സിയും കണ്ടുപിടിക്കണം. എ കാണാൻ നമുക്ക് ഇത് ഈ 2 ലൈൻസ് സോൾവ് ചെയ്താൽ മതി. ഫോർ എ ആദ്യം എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കണം 7x മൈനസ് 6y ഈക്വൽ ടു മൈനസ് 3യും 9x മൈനസ് 2y ഈക്വൽ ടു 19ഉം സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ 7x മൈനസ് 6y ഈക്വൽ ടു മൈനസ് 3യും രണ്ടാമത്തേന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 9 27x minus 6y equal to 19 into 3 എന്ന് പറയുമ്പോൾ that is 57 ആണ്. 57. ഈ ഇക്വേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിരുന്നെങ്കിൽ 7x മൈനസ് 27x എന്ന് പറയുമ്പോൾ is മൈനസ് 20x ഈക്വൽ ടു മൈനസ് 3 മൈനസ് 57 മൈനസ് 16 വരും. സോ x 3 ആണെന്ന് കിട്ടും. x ഈക്വൽ ടു 3 എന്ന് കിട്ടും. x 3 ഇതിലിട്ട് കൊടുത്തിരുന്നെങ്കിൽ y നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. x 3 ആകുമ്പോൾ 9 into 3 27, x 3 കൊടുത്ത 7 into 3 21 plus 3 24/6 y 4 ആണെന്ന് കിട്ടും. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് 3,4 ആണെന്ന് മനസ്സിലാക്കാം. y 4 ആണെന്നിട്ട് എ എന്ന് പറഞ്ഞാൽ 3 4 ആണെന്ന് മനസ്സിലാവും. A 3 4 ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെ ബി കണ്ടുപിടിക്കണം. ബി കാണാൻ വേണ്ടിയിട്ട് ഫോർ ബി കാണാൻ ഏതൊക്കെ സോൾവ് ചെയ്യണം? x പ്ലസ് 2y ഈക്വൽ ടു 31ഉം x പ്ലസ് 2y ഈക്വൽ ടു 31ഉം അതേപോലെ തന്നെ 7x മൈനസ് 6y ഈക്വൽ ടു മൈനസ് 3യും സോൾവ് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷൻ 1ഉം 2 ആണെങ്കിൽ ഇത് 3യും ഇതേതാ ഇക്വേഷൻ നമ്പർ?
ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 3ഉം ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ഇക്വേഷന് തേർഡ് ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? 3x + 6y = 3 × 31 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 93 എന്ന് വരും. പ്ലസ് 7x - 6y = -3 ആണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10x = 90 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് x = 9 എന്ന് കിട്ടും. ആ x 9 ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 9 + 2y = 31 ആണ്. സോ 2y = 31 - 9 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 22 ആയിരിക്കും. സോ y = 11 ആണ്. സോ 9,11 കിട്ടും. സോ ബി എന്ന് പറഞ്ഞത് 9,11 ആണ്. മനസ്സിലാവും? സോ ബി ആരാ മക്കളെ? 9,11. അതുപോലെ സി കാണാം. ഫോർ സി കണ്ടുപിടിക്കണമെങ്കിൽ ഫോർ സി കാണാൻ വേണ്ടി മക്കൾ എന്ത് ചെയ്യണം? സി കാണാൻ ഏതൊക്കെ സോൾവ് ചെയ്യേണ്ട മക്കളെ? ഫോർ സി കണ്ടുപിടിക്കണമെങ്കിൽ 9x - 2y - 19 = 0 x + 2y - 31. 9x - 2y = 19 അതേപോലെ തന്നെ x + 2y = 31 സോൾവ് ചെയ്യണം. x + 2y = 31 സോൾവ് ചെയ്യണം. ജസ്റ്റ് ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പം ആഡ് ചെയ്തതിന് എന്ത് വരും? പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 10x = എന്തായി? 450 ആയി. x = 5 ആയി. ആ x 5 ഇതിലിട്ട് കൊടുത്താൽ 5 + 2y = 31 ആണ്. സോ 2y = that is 26 ആവും. സോ y 13 ആവും. സോ 5,13 സി എന്ന് പറഞ്ഞത് 5,13 ആണെന്ന് മനസ്സിലായി. സി എന്ന് പറഞ്ഞത് 5,13. അപ്പൊ എ ബി സി കണ്ടുപിടിച്ചു. എ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആരാണ്? എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് 3, 4. ബി എന്ന് പറഞ്ഞത് 9, 11. 3, 4. ബി എന്ന് പറഞ്ഞത് 9,11. എ 3, 4. ബി 9, 11. സി 5,13. സി 5,13 ആണ്. പിന്നെ സെൻട്രോയിഡ് ജി എന്ന് പറഞ്ഞത് 3 + 9 + 5/3, 4 + 11 + 13/3 ആണ്. സോ ജി എന്ന് പറഞ്ഞ സെൻട്രോയിഡ് ഇറ്റ് ഈസ് 9 + 5, 14 + 3, 17/3, 15 plus that is 4 + 11, 15. 15 + 13 എന്ന് പറയുമ്പം 28/3 ആണ് സെൻട്രോയിഡ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സെൻട്രോയിഡിന്റെ ഇമേജ് കണ്ടുപിടിക്കണം. ആ ഇമേജ് ആണ് h, k. About the line 3x + 6y - 53 = 0. So let h, k എന്ന് പറഞ്ഞത് ഇമേജ് ആണ്. Be the image about line. ഇതിന്റെ ഇമേജ് ആണ് h, k. About line ഏതാ മക്കളെ? 3x + 6y - 53 = 0. 3x + 6y - 53 = 0. ഇമേജ് റിഫ്ലക്ഷൻ്റെ ഐഡിയ അപ്ലൈ ചെയ്യണം വീണ്ടും. അപ്പം എന്ത് ചെയ്യണം? h - 17/3 by 3 = k - y1. y1 are 28/3 by 6 = minus of 2 × ax1. 3 × 17/3 plus 6 × 28/3
minus 53 divide by a square plus b square, 3 square plus 6 square. അതാണ് എച്ചും കെ. ആ എച്ചും കെയും പിന്നെ റിലേഷനിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കണ്ടുപിടിക്കാം. ഈ 3 കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്താൽ 2 ആയി. അപ്പോൾ 2 × 28 അഥവാ 56 അല്ലേ. 2 × 28 എന്ന് പറയുമ്പോൾ 56. 56 മൈനസ് 53 എന്ന് പറയുമ്പോൾ 3 വരും. 3 + 17 20. 20 × 2 minus 40 വരും. minus 40 divided by 36 plus 9. ഇത് 36 ആണ്. 36 plus 9 എന്ന് പറയുമ്പോൾ that is 45. അതാണ് h minus 17/3/3 equal to k minus 28/3/6. അപ്പം 40/45 എന്ന് പറയുമ്പോൾ ഇത് 8 5s are 9 5s are minus 8/9. അപ്പോൾ h minus 17/3/3 equal to ഇത് സിംപ്ലിഫൈ ചെയ്താൽ minus 8 × 5 minus 9 × 5 ആണ്. minus 8/9 വരും. അപ്പോൾ h equal to h minus 17/3 equal to minus 8/3 ആവും. So h equal to 17 plus 8 25/3 എന്ന് വരും. അല്ല 17 plus 8 എന്ന് പറയുമ്പോൾ 25 അല്ലേ വരിക? അതെ, 17/3. ഇത് കട്ട് ചെയ്യുമ്പോൾ 3 അവിടെ കട്ട് ചെയ്യുമ്പോൾ minus 8/3 minus 8, sorry 17/3 minus 8/3 അല്ലേ. h equal to 17/3 minus 8/3. അപ്പം എത്ര വരും മക്കളെ? h equal to 17 minus 8 എന്ന് പറയുമ്പോൾ that is 9/3 അഥവാ 3 വരും. h 3 വരും. ഇതേപോലെ തന്നെ k കാണണം. സോ k minus 28/3 equal to minus 6 × 8/9. So k equal to 28/3 minus 8/3. So k equal to k ഇവിടെ k അല്ലേ, 6 അങ്ങോട്ട് പോകുമ്പോൾ 6 6 × 8, sorry. സോ മക്കളെ k എത്രയായിരുന്നു? k equal to 6 × 8/9 അല്ലേ, minus 8/9. k minus 28/3 equal to 6 × 8. 8 6 are 48. minus 48 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ minus 16/9 അല്ലേ. k equal to 28 minus 28ഉം. സോ k equal to എത്രയും മക്കളെ? 28/3 minus 16/3 ആണ്. അപ്പോൾ എന്താ പറയുക മക്കളെ? 28 minus 16 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. k 4 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടതൊന്നുമല്ല. h square plus k square plus k square plus hk square plus k square plus hk. 3 square plus 4 square plus 3 × 4. 9 plus 16 plus 12 ആണ്. 25 plus 12 ആണ്. 37 ആയിരിക്കും ആൻസർ. സോ 37 will be the answer. 37 ആയിരിക്കും ആൻസർ. കറക്റ്റ് ആൻസർ 37. സ്ട്രൈറ്റ് ലൈനിലെ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. 29th January ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു.
Let the line x plus y equal to 1 meet the axis of x and y at a and b respectively. അപ്പോൾ ഓരോ പാർട്ടായിട്ട് വായിച്ചതിൽ ഒരു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നാണ് ലൈന് എക്സ് ആക്സിലും വൈ ആക്സിലും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ ഒന്ന് വരച്ചിരുന്നെങ്കിൽ ആണ് എക്സ് ആക്സും വൈ ആക്സും എങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. Meet the x-axis and y-axis at a and b. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇത് 1 0 ആണ്, ബി എന്ന് പറഞ്ഞത് 0 1 ആണ്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ എം എൻ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ട്രയാംഗിൾ ഒ എ ബി. അപ്പോൾ ഇതാണ് ട്രയാംഗിൾ ഒ എ ബി, ഇതാണ് ഒ എ ബി, വെർ ഒ ഇസ് ഒറിജിൻ ആൻഡ് പോയിന്റ്സ് എം ആൻഡ് എൻ ലൈ ഓൺ ദ ലൈൻ ഒ ബി ആൻഡ് എ ബി. ഒരു എ എം എൻ എന്ന് പറഞ്ഞ ട്രയാംഗിൾ ഉണ്ട്, എ എം എൻ. ഈ എം എവിടെ ഉള്ളത്? വെർ ഒ ഇസ് ഒറിജിൻ ആൻഡ് ദ പോയിന്റ്സ് എം ആൻഡ് എൻ ലൈസ് എം ഒ ബിയിലാണ്. എം ഇവിടെ എവിടെ ഉള്ളത്? എൻ ലൈസ് ഓൺ എ ബി. ഇതാണ് എം എന്ന് ഇരിക്കുക. എൻ എന്ന് പറഞ്ഞത് ഇവിടെ എവിടെ ആണെന്ന് ഇരിക്കുക ആണെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഇൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്, എ എം എൻ എന്ന് പറഞ്ഞത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ എം എൻ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ട്രയാംഗിൾ ഓവർ ഒ ഈസ് ദ ഒറിജിൻ and the points M and N lies on the line. M lies on OB and N lies on the line AB respectively. If the area of the triangle AMN in the area area of triangle AMN is 4/9 area of triangle OB equal to 4/9 AMN in the area of triangle AMN. Area of triangle AMN equal is 4/9 times area of triangle OAB ആണ്. അപ്പോൾ OAB ന്റെ ഏരിയ ഇത് 1 ആണ്. That is 4/9 into area of triangle OAB എന്ന് പറയുമ്പോൾ ഇത് 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എച്ച്, ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 ആണ്. ദാറ്റ് മീൻസ് 2/n ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ എം എൻ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് 2/9 ആണെന്ന് മനസ്സിലായി. പിന്നെന്താ പറഞ്ഞ ക്വസ്റ്റ്യനില്? ആൻഡ് എ എൻ ഈസ് ടു എൻ ബി എന്ന് പറഞ്ഞത് ലാംഡ ഈസ് ടു 1 ആണ്. എ എൻ എന്ന് പറഞ്ഞാൽ ഇത് ലാംഡ ആണ്, ഇത് 1 ആണ്. ലാംഡ ഈസ് ടു 1 ആണ്. സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ ആണ്. അപ്പോൾ ഈ എന്നിൻ്റെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കുക സെക്ഷൻ ഫോർമുല അനുസരിച്ച്. എൻ എന്ന് പറഞ്ഞ പോയിന്റ് സെക്ഷൻ ഫോർമുല അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കുക. എൻ എന്ന് പറഞ്ഞ പോയിന്റ് ദാറ്റ് മീൻസ് 1 into 1 by 1 plus ലാംഡ, അഥവാ 1/1 plus ലാംഡയും പ്ലസ് ലാംഡ ബൈ 1 plus ലാംഡയാണ് ഈ പോയിന്റ്. ഈ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞ പോയിന്റാണ് സ്മോൾ ലെറ്റർ 0, M എന്ന് കൊടുത്തു. ഇത്രയാണ് തന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇതും 1 ഇതും 1 ആയതുകൊണ്ട് തന്നെ ഇത് 135 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ സ്ലോപ്പ് -1 ആണ്. അതായത് ഈ ലൈനിൻ്റെ സ്ലോപ്പ് -1 ആണ്. ഇതിൻ്റെ സ്ലോപ്പ് -1 ആണ്. സ്ലോപ്പ് -1 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് 1 ആണെന്ന് കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് 1 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 1 ആണ്. സ്ലോപ്പ് ഈക്വൽ ടു 1 ആണ്. അല്ല, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. എനിക്ക് കണ്ടുപിടിക്കേണ്ട സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡയാണ്. അപ്പോൾ എൻ അറിയാം, എ അറിയാം. എമ്മിൻ്റെ എം എങ്ങനെ കണ്ടുപിടിക്കാം? സ്മോൾ ലെറ്റർ എം, ഈ 0, M കണ്ടുപിടിക്കാൻ നമുക്ക്
ഇതിൻ്റെ സ്ലോപ്പ് അഥവാ സ്ലോപ്പ് ഓഫ് എം എൻ എടുക്കാം. സ്ലോപ്പ് ഓഫ് എം എൻ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ഓഫ് എം എൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എം എൻ ഈക്വൽ ടു 1 ആണ്. ആ 1 എന്ന് പറഞ്ഞത് ആർക്ക് തുല്യ? ലാംഡ ബൈ 1 പ്ലസ് ലാംഡ മൈനസ് എം ഡിവൈഡ് ബൈ 1 ബൈ 1 പ്ലസ് ലാംഡ മൈനസ് 0 ആണ് 1. അപ്പോൾ ലാംഡ ബൈ 1 പ്ലസ് ലാംഡ മൈനസ് എം ആണ് 1 ബൈ 1 പ്ലസ് ലാംഡ. ഇപ്പൊ ലാംഡ മൈനസ് 1 ബൈ 1 പ്ലസ് ലാംഡയാണ് എം. അപ്പൊ എം കിട്ടി നമുക്ക്. അപ്പോൾ നമുക്ക് ഈ 3 വേർട്ടെക്സ് കിട്ടിയല്ലോ. അപ്പൊ എന്റെ വേർട്ടെക്സ് എ എന്ന് പറഞ്ഞ വേർട്ടെക്സ് ആരാന്ന് വെച്ചാൽ 1 0 ആണ്. അതേപോലെ തന്നെ എന്നിന്റെ വേർട്ടെക്സ് n എന്ന് പറഞ്ഞ വേർട്ടെക്സ് 1 ബൈ 1 പ്ലസ് ലാംഡ കൊമ ലാംഡ ബൈ 1 പ്ലസ് ലാംഡയാണ്. അതേപോലെ തന്നെ എമ്മിന്റെ വേർട്ടെക്സ് 0 എം ആണ്. പക്ഷെ എം ആരാ? എം തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാണ് എം? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ലാംഡ മൈനസ് 1 ബൈ 1 പ്ലസ് ലാംഡയാണ്. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ AMN ഈസ് 2/9 ആണ്. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ഡിറ്റർമിൻ മെത്തേഡ് അനുസരിച്ച് ഹാഫ് ഇൻറ്റു 1 0 1 1 ബൈ 1 പ്ലസ് ലാംഡ ലാംഡ ബൈ 1 പ്ലസ് ലാംഡ 1 0 ലാംഡ മൈനസ് 1 ബൈ ലാംഡ പ്ലസ് 1 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2/9 ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വില നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ മക്കളെ, ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തതിനാൽ നമുക്ക് ലാംഡയുടെ വില ലാംഡയുടെ വില 2 ഓർ 1/2 എന്നാണ് കിട്ടുക. ലാംഡ ഈക്വൽ ടു, സോൾവ് ചെയ്യുന്ന കാണിച്ചില്ല, നിങ്ങളും ചെയ്ത് നോക്കിയാൽ മതി. ലാംഡ ഈക്വൽ ടു ഓർ ലാംഡ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. പക്ഷെ ചോദ്യം എന്താ വെച്ചാൽ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡയാണ്. പൊതുവെ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുക വെച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 2 + 1/2 എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യും, 5/2 എന്ന് എടുക്കും. 5/2 എന്ന് എടുക്കും. 2 + 1/2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 5/2. ഓപ്ഷനിൽ 5/2 ഉണ്ട് താനും, പക്ഷെ അതല്ല, അത് തെറ്റാണത്. സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡയാണ്. അപ്പോൾ ഈ ലാംഡ 5/2 അല്ല കേട്ടോ ആൻസർ. ലാംഡ നോട്ട് ഈക്വൽ ടു 5/2 ഇതല്ല വരിക. ഇത് ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലാംഡ നോട്ട് ഈക്വൽ ടു 5/2. ലാംഡ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ എന്ന് പറയുമ്പോൾ നമ്മൾ 5/2 എന്ന് എഴുതും. 5/2 അല്ല. എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാംഡ 2 എടുത്തിരുന്നെങ്കിൽ ഈ എം ഒന്ന് നോക്കിയത്, ഐ പുട്ട് ലാംഡ ഈക്വൽ ടു 2, എം ലാംഡ 2 ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ എം എന്ന് പറഞ്ഞത് 2 - 1 ബൈ 1 + 2 ആണ്, അഥവാ 1/3 ആണ്. സപ്പോസ് എമ്മിന് ഞാൻ 1/2 ആണ് ഇട്ടത്. 1/2 - 1 എന്ന് പറയും -1/2 ബൈ 1 + 1/2 3/2, ദാറ്റ് ഈസ് -1/3 എന്ന് വരാം. ഈ എം എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എബവ് എക്സ് ആക്സിസ് ആണ്. അപ്പം 1/2 എന്ന് പറഞ്ഞത് ഇഫ് ഐ ടേക്ക് എം ഈക്വൽ ടു 2 ആണെങ്കിൽ, സോറി, ഇഫ് ഐ ടേക്ക് ലാംഡ ഈക്വൽ ടു 2 ആണെങ്കിൽ ഇങ്ങനെ വരും. ലാംഡ 1/2 ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ബട്ട് ഇത് നോട്ട് പോസിബിൾ. അതൊന്നും പോസിബിൾ അല്ലാത്ത, കാരണം ലാംഡ 1/2 ആണ് ഞാൻ കൊടുത്തതെങ്കിൽ ഈ എം എന്ന് പറഞ്ഞ പോയിന്റ്, ഈ പോയിന്റ് ബിലോ എക്സ് ആക്സിസ് താഴെയാണ് വരിക. എവിടെ വരും?
പക്ഷെ നമ്മളെ ഈ കണ്ടീഷൻ അനുസരിച്ച് എവിടെയാണുള്ള മുകളിലുള്ളത്. അപ്പോൾ ലാംഡ എന്തെടുക്കാൻ പറ്റുള്ളൂ? ലാംഡ 2 മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെടുക്കുള്ളൂ? ലാംഡ ഈക്വൽ 2 മാത്രമാണ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇതിനെ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കുള്ളൂ? സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ എന്ന് പറയുമ്പോൾ ലാംഡ ഈസ് എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും എടുക്കുക. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ സ്മോൾ എം എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പം നമുക്ക് കിട്ടുക 1/3 എന്ന് പറഞ്ഞ പോയിന്റ്. അത് എബവ് ദ എക്സ് ആക്സിസ് ആണ്, അഥവാ ഓൺ ദ വൈ ആക്സിസിൻ്റെ മുകളിൽ വരുന്ന പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ലാംഡ 1/2 ആണ് എടുത്തതെങ്കിൽ നമുക്ക് ആ എം -1/3 എന്ന് കിട്ടുക. അത് ബിലോ ദ എക്സ് ആക്സിസ്, അതായത് നെഗറ്റീവ് വൈ ആക്സിലാണ് വരിക. അപ്പോൾ ആ പോയിന്റ് അല്ല നമ്മൾ ഈ ഫിഗർ അനുസരിച്ച് വരിക. അത് കാരണമാണ് നമ്മൾ ലാംഡ 2 എടുക്കാൻ കാരണം. സോ ആൻസർ ഫസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ജയിക്കുന്നുണ്ടാവും, അത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രേറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസുകൾ. ചില ക്വസ്റ്റ്യൻസുകൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും ഉണ്ട്, ബട്ട് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പുതിയൊരു ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു.